ന്യൂസ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KM Trading Flexi Carnival. You could win a brand new Lancer GLX 2000cc. Flexi, life easy. ആർ ശങ്കറിന്റെ ജനസംഘം ബന്ധം പരാമർശിച്ച് പ്രതിമാ അനാച്ഛാദന ചടങ്ങിൽ നരേന്ദ്രമോദി. പാർലമെന്റ് ചേരുന്നതിനാൽ കേരളത്തിനായി പ്രഖ്യാപനങ്ങളില്ല. കോൺഗ്രസിന് രൂക്ഷ വിമർശനം. അയൽ രാജ്യങ്ങളുമായി സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്ന് സൈനിക യോഗത്തിൽ മോദിയുടെ പ്രസംഗം. ശിവഗിരിയിലും ഹ്രസ്വ സന്ദർശനം. BJP പ്രസിഡന്റായി കുമ്മനം രാജശേഖരനെ നാളെ പ്രഖ്യാപിച്ചേക്കും. അരവിന്ദ് കെജ്രിവാളിന്റെ ഓഫീസിൽ CBI റെയ്ഡ്. ഓഫീസ് സീൽ ചെയ്തുവെന്ന് കെജ്രിവാൾ. മോദിക്ക് മനോനില തെറ്റി. അഴിമതി കേസിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഓഫീസാണ് പരിശോധിച്ചതെന്ന് CBI. അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന ആപ്പിന് ഇരട്ടത്താപ്പെന്ന് BJP. പാർലമെന്റ് പ്രക്ഷുബ്ധം. സോളാർ കമ്മീഷന് ഹൈക്കോടതിയുടെ വിമർശനം. ബിജു രാധാകൃഷ്ണനെ തെളിവെടുപ്പിന് കൊണ്ടുപോയത് മാനദണ്ഡം ലംഘിച്ച്. ആഭ്യന്തരമന്ത്രിയുടെ വിമർശനം ന്യായം. ചെയ്യുന്നത് എന്താണെന്ന് അറിയാമെന്ന് കമ്മീഷൻ. സരിതയുടെ മൊഴിയെടുപ്പിനിടെ നാടകീയ രംഗങ്ങൾ. മൊഴിയെടുപ്പ് നാളത്തേക്ക് മാറ്റി. ദില്ലിയിലെ വാഹന നിയന്ത്രണത്തെ പിന്തുണച്ച് സുപ്രീം കോടതി. കൂടിയ ശേഷിയുള്ള ഡീസൽ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ വിലക്കാം. ആഡംബര വാഹനങ്ങൾ നിയന്ത്രിക്കാം. ട്രക്കുകൾ മലിനീകരണ പിഴ ഇരട്ടി നൽകണം. IPL താരങ്ങൾക്കായി പുതിയ ടീമുകളുടെ ലേലം. ധോണിയും അശ്വിനും രഹാനയും പൂനെയ്ക്ക്. ജഡേജയും റൈനയും രാജ്കോട്ടിന്. ധോണിക്കും റൈനയ്ക്കും 12.5 കോടി. ആർ ശങ്കറിന്റെ ജനസംഘം ബന്ധം പരാമർശിച്ചും വികസന ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന് ഉറപ്പു നൽകിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുന്ന കോൺഗ്രസിന്റെ നിലപാട് നാടിനെ നശിപ്പിക്കാനാണെന്ന് കൊല്ലം SN കോളേജിൽ ആർ ശങ്കറിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. പാർലമെന്റ് നടക്കുന്നതിനാൽ കേരളത്തിനായി ഇപ്പോൾ ഒന്നും പ്രഖ്യാപിക്കാനാകാത്ത സ്ഥിതിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആർ ശങ്കറിന്റെ മഹത്വത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നവോത്ഥാന നേതാക്കളുടെ പാരമ്പര്യം തട്ടിയെടുക്കാൻ BJP ശ്രമിക്കുന്നുവെന്ന കോൺഗ്രസ് CPIM ആരോപണത്തിന് മറുപടി നൽകി. ശങ്കറിന് ജനസംഘവുമായുള്ള ബന്ധം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത്. श्यामा प्रसाद मुखर्जी जिन्होंने जनसंघ की स्थापना की और जिसमें से बाद में भारतीय जनता पार्टी बनी और जिस भारतीय जनता पार्टी का मैं कार्यकर्ता होने का गर्व अनुभव करता हूं, उन श्यामा प्रसाद मुखर्जी को आर शंकर जी ने यहाँ के समारोह के लिए निमंत्रित किया था. പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുന്ന കോൺഗ്രസിന്റെ നിലപാടിനെ കടുത്ത ഭാഷയിലാണ് പ്രധാനമന്ത്രി വിമർശിച്ചത്. ഞങ്ങൾ നശിച്ചു, നിങ്ങളെയും വെറുതെ വിടില്ല. നാടിനെ നശിപ്പിക്കാനാണ് ഇവരുടെ ശ്രമമെന്നും മോദി കുറ്റപ്പെടുത്തി. जिन लोगों को पिछले लोकसभा चुनाव में देश की जनता ने घर भेज दिया, पराजित कर दिया, उन लोगों ने तय किया है हम तो बर्बाद हुए लेकिन तुम्हें भी बर्बाद करके छोड़ेंगे. हम संसद को चलने नहीं देंगे. देश का जो होगा होगा. हमको पराजित किया है, तब देख लो हम कैसा करते हैं. ലോക്തന്ത്ര का कैसा मजाक बना के रख दिया गया है. രാഷ്ട്രപതിയുടെ പ്രസംഗത്തെ എപ്പോഴും പ്രചരിപ്പിക്കാറുള്ള കോൺഗ്രസ് പാർലമെന്റിൽ ചർച്ച വേണമെന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ വിഴുങ്ങിയതായും മോദി കുറ്റപ്പെടുത്തി. കേരള വികസനത്തിന് കേന്ദ്രം സജ്ജമാണെന്ന് പറഞ്ഞ മോദി പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനാൽ ഇപ്പോൾ കേരളത്തിനായി ഒന്നും പ്രഖ്യാപിക്കാനാകാത്ത സ്ഥിതിയാണെന്നും പറഞ്ഞു. दिल्ली में पार्लियामेंट का सत्र चल रहा है. पार्लियामेंट चले या न चले लेकिन सत्र चलता है. और जब सत्र चल रहा है तो हमारे हाथ बंधे हुए हैं कि हम बाहर संसद के सत्र के समय बाहर किसी चीज की घोषणा नहीं कर सकते हैं. और इसलिए उत्तम बातें नटेशन जी ने बताई है, उसके बावजूद भी मैं आज संसद के सत्र को ध्यान में रखते हुए एक भी चीज की घोषणा नहीं कर पाऊंगा. ശബരിമല വികസനം, റെയിൽവേ, ശബരിപാത തുടങ്ങി വെള്ളാപ്പള്ളി ആവശ്യപ്പെട്ട 10 ആവശ്യങ്ങൾ പരിഗണിക്കുമെന്നും മോദി പറഞ്ഞു. G. ശ്രീജിത്ത്, റിപ്പോർട്ടർ, കൊല്ലം. ഈ വിഷയത്തിൽ ആർ ശങ്കറിന്റെ മകൻ ശ്രീ മോഹൻ ശങ്കർ, അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ BJP നേതാവ്, ശ്രീ ജേക്കബ് ജോർജ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ, ശ്രീ PM മനോജ് ദേശാഭിമാനി കൺസൾട്ടിംഗ് എഡിറ്റർ, ശ്രീ A. ഷുക്കൂർ ആലപ്പുഴ DCC പ്രസിഡന്റ് എന്നിവർ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ മോഹൻ ശങ്കർ. ആർ ശങ്കറിന്റെ പ്രതിമാ അനാച്ഛാദന ചടങ്ങിൽ പങ്കെടുക്കും എന്ന നിലപാടിലായിരുന്നു ഇന്നലെ വരെ SNDP യോഗത്തിന്റെ ഭാരവാഹി കൂടിയായ താങ്കൾ. ഇന്ന് എന്തുകൊണ്ടാണ് മനം മാറിയത്? ഇന്നലെ ജന്മഭൂമി പത്രത്തിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അതിനകത്ത് ശ്രീ ആർ ശങ്കർ പഴയ ഒരു RSS പ്രവർത്തകനാണ് എന്ന് ആണ് അതിനകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ചത്. അത് ശ്രമിച്ചത് കൊണ്ട് ഇന്ന് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിരിക്കും ഇന്നത്തെ സംസാരം എന്നെനിക്ക് അറിയാമായിരുന്നത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് പങ്കെടുക്കേണ്ട എന്ന് നിശ്ചയിച്ചത്. ഇതിൽ ശ്രീ മോഹൻ ശങ്കർ,
താങ്കൾ സൂചിപ്പിച്ചതുപോലെ അങ്ങനൊരു പ്രസംഗമാണ് നടന്നിട്ടുള്ളതും. ഹിന്ദു മഹാമണ്ഡലത്തിൻ്റെ പരിപാടിയിൽ ശ്യാമപ്രസാദ് മുഖർജിയെ ആർ ശങ്കർ ക്ഷണിച്ചിരുന്നു എന്നും അതിന് അദ്ദേഹത്തിന് ആരോഗ്യ കാരണങ്ങളാൽ സാധിച്ചില്ല എന്നും പിന്നീട് ശ്യാമപ്രസാദ് മുഖർജി തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഇരുവരും കൂടിക്കാഴ്ച നടത്തിയെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി സൂചിപ്പിച്ചത് ജനസംഘം സ്ഥാപകന്റെ അതേ രാഷ്ട്രീയ നിലപാടുകളായിരുന്നു ആർ ശങ്കറിന് എന്ന് തന്നെയാണ്. അതിനകത്ത് 3 കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന്, ഹിന്ദു മഹാമണ്ഡലത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ശ്യാമപ്രസാദ് ജിയുടെ കൊല്ലത്തേക്ക് ക്ഷണിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ആരോഗ്യകരമായ കാരണങ്ങൾ കൊണ്ട് വരാൻ പറ്റിയില്ല. 2, തിരുവനന്തപുരത്ത് പിന്നീട് ശ്യാമപ്രസാദ് മുഖർജി അദ്ദേഹം വന്നപ്പോൾ ആർ ശങ്കറിനെ വിളിപ്പിച്ച് നേരിൽ കണ്ട് സംസാരിച്ചു. 3, ജനസംഘത്തിൻ്റെ ഒരു നാഷണൽ മീറ്റിൽ ആർ ശങ്കറിനെ ക്ഷണിച്ചിരുന്നു. ഇത്രയുമാണ് പറയുന്നത്. ഇതിനകത്ത് ഒരു നിന്നും തെളിവുകളായി ഒന്നും തന്നെ തരുവാനായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഞാനിപ്പോൾ 2 കാര്യങ്ങളാണ് നോക്കിയത്. ഒന്ന്, നെറ്റിൽ നോക്കി ശ്യാമപ്രസാദ് ജിയെ പറ്റിയുള്ള വിവരങ്ങൾ നോക്കിയപ്പോൾ ശ്യാമപ്രസാദ് ജിയുടെ ജീവചരിത്രത്തിൽ വിക്കിപീഡിയയിൽ ഒരു സ്ഥലത്തും അദ്ദേഹം തിരുവിതാംകൂറിൽ വന്നതായിട്ടോ കേരളത്തിൽ വന്നതായിട്ടോ ഇങ്ങനെയുള്ള ഹിന്ദു മഹാമണ്ഡലം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതായിട്ടോ കാണുന്നില്ല. അങ്ങനെ കാണാത്തൊരവസരം ഒരു സ്ഥലത്ത് ഒരു പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയാണ് പറയുന്നത് എന്നുള്ളത് കൊണ്ട് സത്യമാകണമെന്ന് നിർബന്ധമില്ല. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് പറഞ്ഞു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവരോട് യോജിക്കുമായിരുന്നു. അദ്ദേഹത്തിന് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഇത് തെറ്റാണ്. ഈ ഇൻഫർമേഷനെ തെറ്റാണ്. ഹിന്ദു മഹാമണ്ഡലം ഇവിടെ ഉണ്ടാക്കി എന്നുള്ളത് വാസ്തവമാണ്. അന്ന് മന്നം ശങ്കർമാർ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ ഹിന്ദു മഹാമണ്ഡലം ഉണ്ടാക്കിയത്. ഹിന്ദു മഹാമണ്ഡലത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടുത്തെ ഹിന്ദുക്കളെ ഒരുമിക്കുക, അത് ഹിന്ദുക്കളെ രാഷ്ട്രീയമായി ഒരുമിക്കുക എന്നുള്ളതിനകത്ത് അർത്ഥമില്ല. ഹിന്ദുക്കളെ ഒരുമിച്ച് കൊണ്ടുപോവുക. ഹിന്ദുക്കളെ അന്ന് വാസ്തവത്തിൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ SNDP യോഗത്തിൻ്റെയും SN ട്രസ്റ്റിൻ്റെയും NSSൻ്റെയും സ്വത്തുക്കളെല്ലാം ഒരുമിച്ചാക്കണമെന്നും ഇതെല്ലാം രണ്ടിനും കൂടി ഒരു ഭരണസമിതി ഉണ്ടാകണമെന്നും ഒക്കെയാണ് ആഗ്രഹിച്ചത്. അതൊക്കെ നടക്കാതെ പോയി എന്നുള്ളത് കൊണ്ടാണ് ഹിന്ദു മഹാമണ്ഡലം പിന്നെ മുമ്പോട്ട് പോകാതിരുന്നത്. ഇതിൽ ശ്രീ മോഹൻ ശങ്കർ കാര്യം വളരെ വ്യക്തമാണ്. ആർ ശങ്കറിന്റെ പൈതൃകം അവകാശപ്പെടാൻ ഒരുങ്ങുകയാണ് BJPയും ഹൈന്ദവ രാഷ്ട്രീയവും. അങ്ങനെ ആർ ശങ്കറിന്റെ പൈതൃകം അവകാശപ്പെടാൻ സാധിക്കുമോ? സാധിക്കില്ല. ആർ ശങ്കറിൻ്റെ പൈതൃകം അവകാശപ്പെടാൻ ഇവിടെയുള്ള ഏക പൊളിറ്റിക്കൽ പാർട്ടി കോൺഗ്രസ് തന്നെയാണ്. അദ്ദേഹം ആദ്യം മുതൽ കോൺഗ്രസ് ആയിരുന്നു, മുഴുവൻ സമയവും കോൺഗ്രസ് ആയിരുന്നു. അദ്ദേഹം കോൺഗ്രസിൻ്റെ PCC പ്രസിഡൻ്റായിരുന്നു, കോൺഗ്രസിൻ്റെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററായിരുന്നു, കോൺഗ്രസിന് ചീഫ് മിനിസ്റ്ററായിരുന്നു. അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ പോയതുവരെ കോൺഗ്രസിനെ പ്രതിനിധാനം ചെയ്ത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കരിയറിലെ ആദ്യത്തെ MLA ആയി വരുന്ന തിരുവിതാംകൂറിൽ MLA ആയി വന്നതിന് ശേഷം തിരുവിതാംകൂറിൽ നിന്നും കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി മെമ്പറായിട്ട് പോയി. ആ സമയം മുതൽ കോൺഗ്രസ് തന്നെയായിരുന്നു അദ്ദേഹം. പക്ഷേ ശ്രീ മോഹൻ ശങ്കർ, ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്ന ആളാണ് ശ്യാമപ്രസാദ് മുഖർജിയും. നെഹ്റു മന്ത്രിസഭയിൽ അംഗവുമായിരുന്നു. എല്ലാവർക്കും ആ കോൺഗ്രസ് പാരമ്പര്യം ഉണ്ട് താനും. ഇവിടെ ചൂണ്ടിക്കാണിച്ചത്, ഇന്നത്തെ പ്രസംഗത്തിൽ നരേന്ദ്രമോദി ചൂണ്ടിക്കാണിച്ചതുപോലെ, അല്ലെങ്കിൽ ചരിത്രം പറയുന്നത് പോലെ ഹിന്ദു മഹാമണ്ഡലത്തിൻ്റെ സ്ഥാപകനായിരുന്നു ആർ ശങ്കർ. ക്രൈസ്തവ കോൺഗ്രസിനെ 6 അടി മണ്ണിൽ കുഴിച്ചുമൂടും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹിന്ദു മഹാമണ്ഡലം സ്ഥാപിച്ചതും. ആ ചരിത്രത്തെ ഈ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് BJPയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒപ്പം പുതുതായി രൂപീകരിക്കപ്പെട്ട SNDP യോഗത്തിൻ്റെ പാർട്ടിയെ സംബന്ധിച്ച് മുന്നിലുള്ള കാര്യം. അല്ല, അദ്ദേഹം ഒരിക്കലും കോൺഗ്രസ് വിട്ടു പോയിട്ട് മറ്റൊരു പൊളിറ്റിക്കൽ പാർട്ടിയിലായിട്ട് പോയതായിട്ട് നമുക്കറിയില്ല. ഹിന്ദു മഹാമണ്ഡലം ഉണ്ടാക്കിയത് ഹിന്ദുക്കളുടെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതിനകത്തൊരു രാഷ്ട്രീയമായ താല്പര്യം ഒരിക്കലും കണ്ടതായിട്ട് നമ്മൾ കാണുന്നുമില്ല. നമ്മൾ കാണുന്ന ഹിന്ദു മഹാമണ്ഡലം എന്ന് പറയുന്നത് മന്നം ശങ്കർമാർ ഒരുമിച്ച് അവർ വളരെ കാലങ്ങളിൽ, അതിനുശേഷവും പല കാര്യങ്ങളിൽ അവർ യോജിക്കുകയും വിയോജിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിയോജിക്കുകയും ചെയ്തതിനൊക്കെ രാഷ്ട്രീയമായ താല്പര്യങ്ങളല്ലായിരുന്നു. അതിന് മറ്റേതെങ്കിലും കാര്യങ്ങളുകൊണ്ടാണ് അവർ യോജിക്കുകയും വിയോജിക്കുകയും ചെയ്തത്. അവർ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ശ്രീ മന്നത്ത് പത്മനാഭനെ എൻ്റെ വളരെ കുഞ്ഞായിരിക്കുന്ന കാലത്ത് ഇവർ രണ്ടുപേരും തിരുവിതാംകൂർ ദേവസ്ഥയിലെ അംഗങ്ങളായിരിക്കുന്ന കാലം മുതൽ ഞാൻ കാണാൻ തുടങ്ങിയതാണ്. തിരുവിതാംകൂർ ദേവസ്ഥയിലെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലല്ല ഈ പറയുന്നതിന് ഇന്നലെ വന്ന ആർട്ടിക്കിളിനകത്താണെന്നുണ്ടെങ്കിൽ ആർ ശങ്കർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയത്ത് ശ്യാമപ്രസാദ് മുഖർജി ജനസംഘവുമായി ബന്ധപ്പെട്ടു എന്ന്, ജനസംഘമല്ല RSSുമായി ബന്ധപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ RSSായിട്ടുള്ള ബന്ധമൊന്നും അന്നേ ഉണ്ടെന്ന് പറഞ്ഞാൽ അന്ന് അദ്ദേഹം TM വർഗീസ് എന്ന് പറയുന്ന മഹാനായ കോൺഗ്രസ്സുകാരൻ്റെ ജൂനിയറായിട്ട് കൊല്ലത്ത് പ്രവർത്തിക്കുന്ന സമയമാണ് അദ്ദേഹം. ശരി, അതാണ് RSSുമായുള്ള ബന്ധം സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മകൻ കൂടിയായ താങ്കൾക്കുള്ള ഉത്തമമായ ബോധ്യം തുടരണം ശ്രീ മോഹൻ ശങ്കർ. ശ്രീ B. ഗോപാലകൃഷ്ണൻ, ഇത് BJPയുടെ സ്ഥിരം പരിപാടിയാണ്. ആർ ശങ്കറിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ കാര്യത്തിൽ, നേതാജി ബോസിൻ്റെ കാര്യത്തിൽ,
ഏറ്റവും ഒടുവിൽ BR അംബേദ്കറുടെ കാര്യത്തിൽ പോലും ഈ പൈതൃകം അവകാശപ്പെടലുണ്ട്. ആ സിൻഡ്രോം, ആ എട്ടുകാലി മമ്മൂഞ്ഞ് സിൻഡ്രോം കേരളത്തിലും ആവർത്തിക്കുകയാണ് എന്നുള്ളതല്ലേ? അഭിലാഷ്, എനിക്ക് വളരെ രസകരമായി തോന്നി. കാരണം ഇതേ മോഹൻ ശങ്കർ BJPയിൽ അംഗമായിരുന്നു, BJPയുടെ സംസ്ഥാനത്തിൻ്റെ ചുമതല വഹിച്ചിരുന്നു. ഇതേ മോഹൻ ശങ്കർ ഞങ്ങളുടെ അടുത്ത് വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ R. ശങ്കറുടെ മകനാണ്. R. ശങ്കർ ഹിന്ദു മണ്ഡലം ഉണ്ടാക്കിയത് കേരളത്തിലെ മന്നത്ത് പത്മനാഭനും R. ശങ്കറും ചേർന്ന് കേരളത്തിലൊരു രാഷ്ട്രീയ നവോത്ഥാനം ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് ഹിന്ദു മണ്ഡലം ഉണ്ടാക്കിയത്. ആ ഹിന്ദു മണ്ഡലം നെടുമങ്ങാട് ജയിച്ചു. അദ്ദേഹത്തിന് ഒരുപക്ഷെ ഇത് ഓർമ്മയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരുവായിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ച, ഇന്ന് അദ്ദേഹം അതിലുണ്ടോയെന്ന് എനിക്കറിയില്ല, K. രാമപിള്ള സാറിൻ്റെ പുസ്തകം വായിച്ചാൽ മതി. അദ്ദേഹം K. രാമപിള്ള സാറുമായിട്ട് നല്ല ബന്ധമാണെന്ന് എനിക്കറിയാം. കാരണം BJP പ്രവർത്തനത്തിൽ നിന്നാണല്ലോ അദ്ദേഹം വിട്ടുപോയത്. അന്ന് ഞങ്ങളുടെ അടുത്ത് അദ്ദേഹം പ്രസംഗിച്ചതാണ്, കോൺഗ്രസ് എല്ലാ കാലഘട്ടത്തിലും, അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ, R. ശങ്കറിൻ്റെ അവസാന കാലഘട്ടത്തിൽ കോൺഗ്രസ് വളരെയേറെ മനോവേദനയോടുകൂടിയായിരുന്നു R. ശങ്കറിനെ അപമാനിച്ചത്. R. ശങ്കർ 1962 സെപ്റ്റംബർ മാസം 26 മുതൽ 1964 സെപ്റ്റംബർ മാസം 10 വരെയുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം, ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ ഈ പറയുന്ന കാര്യങ്ങൾ ആർക്കും ഈ മനോവേദന ഉണ്ട് എന്നുള്ള കാര്യം പറയാം. അങ്ങനെ മനോവേദന ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലോ. അദ്ദേഹം BJP രാഷ്ട്രീയം, RSS രാഷ്ട്രീയം കൈകാര്യം ചെയ്തിരുന്നു എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എൻ്റെ അഭിലാഷം ഒന്ന് എന്നെ പറയാൻ അനുവദിക്ക്. നിങ്ങൾ ഇടയിൽ ചോദിച്ചാൽ എങ്ങനെയാ പറയാം? 1965 അദ്ദേഹം മത്സരിച്ചു. അദ്ദേഹം മത്സരിച്ചപ്പോൾ 1965 അദ്ദേഹത്തെ കോൺഗ്രസ്സുകാർ തോൽപ്പിച്ചു. അതോടുകൂടിയിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയം വിട്ടത്. ഇനി അദ്ദേഹത്തിന്റെ ജന്മഭൂമിയിൽ വന്ന വാർത്തയെക്കുറിച്ചാണെങ്കിൽ, ബഹുമാന്യനായ, കേരളം ബഹുമാനിക്കുന്ന ഈ മോഹൻ ശങ്കർ അടക്കം ആളുകൾ ഒരുപക്ഷെ ഇപ്പോഴും ബഹുമാനിക്കുന്ന ശ്രീ P. പരമേശ്വരൻ അദ്ദേഹം എഴുതിയ ലേഖനത്തിൽ, അദ്ദേഹം കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റും ഒക്കെ ആയിരുന്ന കാലഘട്ടത്തിലല്ല, കോളേജിൽ പഠിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ, കോളേജ് കാലഘട്ടത്തിൽ മാധവജി അദ്ദേഹം അവിടെ പ്രചാരകനായി പോയ കാലഘട്ടത്തിൽ R. ശങ്കറും RSSന്റെ വിദ്യാർത്ഥി ശാഖയിൽ പങ്കെടുത്തിരുന്നു എന്നാണ് ആ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതേ ലേഖനത്തിലെ കോട്ടിങ്സ് ആണ് ജന്മഭൂമി പത്രത്തിൽ പറഞ്ഞത്. R. ശങ്കറും RSSന്റെ പ്രവർത്തനത്തിൽ വന്നിരുന്നു. ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. R. ശങ്കർ മാത്രമല്ല, ഈ മോഹൻ ശങ്കർ, ഈ R. ശങ്കറിന്റെ മകൻ, അദ്ദേഹം ഞങ്ങളുടെ പരിപാടിയിൽ പങ്കെടുത്തിരുന്ന ആളാണല്ലോ. അദ്ദേഹം BJPക്കാരനായിരുന്നല്ലോ, BJPയുടെ ചുമതല വഹിച്ചിരുന്ന ആളാണല്ലോ. ഇനി അതിനേക്കാൾ അപ്പുറത്തൊരു കാര്യം നിങ്ങളോട് ഞാൻ പറയാം. ഇപ്പോൾ R. ശങ്കറിന്റെ കാര്യത്തിലാണല്ലോ ഇന്ന് VM സുധീരൻ പറഞ്ഞത്. VM സുധീരൻ ഇന്ന് പറഞ്ഞത്, ഈ VM സുധീരൻ തൃശ്ശൂരിൽ സെന്റ് തോമസ് കോളേജിൽ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ RSSുമായി ബന്ധപ്പെട്ടിരുന്നു. ഒന്ന് ചോദിക്കും നിങ്ങൾ, അദ്ദേഹം ബന്ധപ്പെട്ടിരുന്ന സമയത്തുണ്ടായിരുന്ന ആൾ. ഹലോ, കേൾക്കാം ശ്രീ ഗോപാലകൃഷ്ണൻ, തുടരുക ദയവായി. ശ്രീ A. ഷുക്കൂർ, R. ശങ്കറിന് ഹൈന്ദവ രാഷ്ട്രീയ ധാരയോടുള്ള ആഭിമുഖ്യം നിഷേധിക്കാനാവാത്ത കാര്യമാണ്. ഹിന്ദു മഹാമണ്ഡലത്തിൻ്റെ കാലത്തുണ്ടായ പ്രസംഗങ്ങൾ പലരും പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹം ഏതെങ്കിലും രാഷ്ട്രീയ ലൈൻ സ്വീകരിച്ചു എന്നുള്ളതല്ല, മറിച്ച് ഏറ്റവും കുറഞ്ഞത് 50-52 കാലത്തെങ്കിലും അദ്ദേഹം ആ രാഷ്ട്രീയത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ BJPയുടെ സർക്കാർ കേന്ദ്രം ഭരിക്കുമ്പോൾ, SNDP യോഗം BJPയോട് അടുക്കുമ്പോൾ, പുതിയൊരു രാഷ്ട്രീയ മുന്നേറ്റം വരുമ്പോൾ R. ശങ്കറിനെ ആ മുന്നേറ്റത്തിൻ്റെ ഒരു ഐക്കണായി അവർ തെരഞ്ഞെടുത്തു എന്നുള്ളത് ആരെയെങ്കിലും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണോ? അഭിലാഷ്, ഇവിടെ SNDP യോഗത്തിൻ്റെ നേതാക്കളിൽ ചില ആളുകൾക്ക് ചില സ്ഥാപിത താല്പര്യത്തിൻ്റെയും നിക്ഷിപ്ത താല്പര്യത്തിൻ്റെയും ഭാഗമായി ചില കച്ചവട കേന്ദ്രങ്ങളിലേക്ക് പോകാൻ, ഭരണത്തിൻ്റെ ആനുകൂല്യം ലഭിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ്. അതിൻ്റെ ഭാഗമായി ചരിത്ര സത്യങ്ങളെ വളച്ചൊടിക്കാമോ? എന്താ ഇദ്ദേഹം പറയുന്നത്? ഇപ്പം ഗോപാലകൃഷ്ണൻ പറയുന്നത് കേട്ടാൽ തോന്നുന്നു KSU പ്രസിഡന്റായി സെന്റ് തോമസ് കോളേജിൽ നിന്ന് വളർന്നു വന്ന VM സുധീരൻ RSSന്റെ ഭാഗമാണെന്ന്. എന്തൊരു മര്യാദകേടാണ് ഈ പറയുന്നത്? KSU പ്രസിഡന്റായ VM സുധീരൻ ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് ആലപ്പുഴയിൽ നിന്നാണ്. അദ്ദേഹം KSU പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഞങ്ങളൊക്കെ ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്.
ഞങ്ങളൊക്കെ അന്ന് മുതൽ കാണുന്ന KSU നേതാവാണ് ശ്രീ VM സുധീരൻ, ഇന്ന് KPC പ്രസിഡന്റ്. അതുകൊണ്ട് ചരിത്രം ഏതായാലും ഹിന്ദു മഹാമണ്ഡലം രൂപീകരിച്ചതിനെ സംബന്ധിച്ചും അതിൽ മന്നവും ശങ്കറും കൂടെ ചേർന്നുള്ള ആ പോരാട്ടത്തെക്കുറിച്ചൊന്നും അത് സത്യസന്ധമായി ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ. ചരിത്ര സത്യങ്ങളുണ്ട്, ഞാൻ വളച്ചൊടിക്കാൻ ആരും ശ്രമിച്ചാലും നടക്കില്ല. ശ്രീ മോഹൻ ശങ്കർ തന്നെ സൂചിപ്പിച്ചല്ലോ, മോഹൻ ശങ്കർ ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചല്ലോ, പറഞ്ഞല്ലോ. എന്തിന് ഈ ഇത്തരത്തിൽ ജന്മഭൂമിയായാലും RSS ആയാലും സംഘപരിവാറായാലും ഇപ്പൊ SNDPയുടെ വെള്ളാപ്പള്ളിയുടെ നേതൃത്വമായാലും, വെള്ളാപ്പള്ളി മാത്രമാണ് അത്തരത്തിലുള്ള ഒരു നിലപാടെടുത്തിട്ടുള്ളത്. SNDP ഒന്നടങ്കമുണ്ടോ? ശരി, അതാണ് വാദം. തുടരുക ശ്രീ ഷുക്കൂർ. ശ്രീ PM മനോജ്, ആർ ശങ്കർ ആത്മാഭിമാനിയും ഹിന്ദുത്വാഭിമാനിയുമായിരുന്നു എന്ന് ഇന്നലെ തന്നെ ജന്മഭൂമി അതിലൂടെ BJP വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അവരെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാൻ ചില കാര്യങ്ങൾ ഉണ്ട് താനും. ചരിത്രം എന്നതിനേക്കാൾ വർത്തമാനമാണ് പ്രസക്തം. ഇവിടെ ഹിന്ദു മണ്ഡലത്തിൻ്റെ മാതൃകയിൽ വേറൊരു രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള പരിസരം രൂപപ്പെടുന്നു. അവിടെയാണ് ആർ ശങ്കർ എന്ന ഈഴവ സമുദായത്തിലെ ഏറ്റവും തലമുതിർന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സമുന്നതനായ നേതാവ് ഒരു ഐക്കണായി മാറുന്നത്. കേവലം ഒരു പ്രതിമയായി കാണേണ്ട അതിനെ ഈ പുതിയ രാഷ്ട്രീയ സഖ്യത്തിൻ്റെ മുന്നിൽ ഒരു ബിംബമായി ആർ ശങ്കറിനെ വെക്കാൻ അവർ ഉദ്ദേശിക്കുന്നു എന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടേ? ആർ ശങ്കർ എല്ലാം തികഞ്ഞ കോൺഗ്രസ്സുകാരനായിരുന്നു. ഇപ്പോൾ ഗോപാലകൃഷ്ണൻ ഇവിടെ കുറേ പുസ്തകങ്ങളുടെ പേര് പറഞ്ഞു. അതിലൊരു പുസ്തകം കൃത്യമായി വിട്ടുപോയി. അവർ മറക്കാൻ ശ്രമിക്കുന്ന പുസ്തകമാണ് KG മാരാറിൻ്റെ പുസ്തകം. ആ KG മാരാറിൻ്റെ ഇപ്പോൾ ജന്മഭൂമിയുടെ എഡിറ്ററായിട്ടുള്ള കുഞ്ഞിക്കണ്ണൻ എഡിറ്റ് ചെയ്ത പുസ്തകമാണ്. ആ പുസ്തകത്തിൽ എന്താണ് കോൺഗ്രസ് എന്നും എന്താണ് RSS എന്നും കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇവർ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇവർക്ക് തമ്മിൽ ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ഒന്നിച്ചു ചേരാൻ ഒരിക്കലും മടിച്ചു നിന്നിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ഹിന്ദു മഹാമണ്ഡലം എന്ന ഏർപ്പാടുണ്ടാകുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ. ആർ ശങ്കർ കോൺഗ്രസ്സുകാരനായിരുന്നു. കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ ആർ ശങ്കർ നടത്തിയ രാഷ്ട്രീയത്തോടോ രാഷ്ട്രീയ പ്രവർത്തനത്തോടോ ഇടപെടലിനോടോ ഒരു യോജിപ്പില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ RSS ആർ ശങ്കറിനെ വലിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കൊല്ലത്തെ ഗോപാൽ മുതലാളി എന്ന ഒരാളെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു ശാഖ തുടങ്ങാൻ ശ്രമിച്ചിട്ടുണ്ട്. SN കോളേജിൽ ആദ്യമായിട്ട് RSSന് ശിബിരം നടത്താൻ ആർ ശങ്കറിനെ സ്വാധീനിച്ചുകൊണ്ട് ഈ ഗോപാല മുതലാളി സ്ഥലം ഏർപ്പാടാക്കി കൊടുത്തിട്ടുണ്ട്. അത് ശരിയാണ്. പക്ഷേ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ നല്ല മഴയാണ് തിരുവനന്തപുരത്ത്. ഞാൻ വരുമ്പോൾ ചെളി ചവിട്ടിപ്പോയി, എൻ്റെ കാലാകെ വൃത്തികേടായി. അപ്പോൾ അത് കുറേ ആൾ കാണുകയും ചെയ്തു. മനോജ് എല്ലാ കാലത്തും ചെളി ചവിട്ടുന്ന ആളാണെന്ന് പറയാൻ പറ്റുമോ? ഞാനും പോയിട്ടുണ്ട്. ഈ സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്തോ ചടുകുടു ഏർപ്പാടാണെന്ന് പറഞ്ഞ് ശാഖയിൽ ഞാനും പോയിട്ടുണ്ട്. അവിടെ വൃത്തികേടാണെന്ന് കണ്ടപ്പോൾ ഞാൻ പിന്മാറി. സുധീരൻ ചിലപ്പോൾ പോയിട്ടുണ്ടാവും, ആർ ശങ്കറും പെട്ടുപോയിട്ടുണ്ടാവും. ഇങ്ങനെ ഇവരുടെ ഈ വൃത്തികേടുകളിൽ ഒരു തവണ പെട്ടുപോയ ആളുകൾ മുഴുവൻ പിൽക്കാലത്ത് ഇവരുടെ ആളുകളാണ് എന്ന് സ്ഥാപിക്കാനും അതിന്റെ പാരമ്പര്യം പറയാനും ഉള്ള ആ പാരമ്പര്യം മാത്രമാണോ ശ്രീ PM മനോജ് താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ച ശ്രീ കുഞ്ഞിക്കണ്ണൻ്റെ KG മാരാരെ കുറിച്ചുള്ള പുസ്തകത്തിൽ തന്നെ ഈ ഹിന്ദു മണ്ഡലത്തിൻ്റെ സമ്മേളനത്തിൽ മന്നത്ത് പത്മനാഭൻ നടത്തിയ പ്രസംഗം എഴുതി ചേർത്തിട്ടുണ്ട്. അത് പറയുന്നത് സംഘടനാ ബലം കൊണ്ട് ശക്തമായ ക്രൈസ്തവ സമുദായം ഒരു വശത്തും ചിന്നിച്ചിതറി താറുമാറായി കിടക്കുന്ന നമ്മുടെ സമുദായം മറുവശത്തും കിടന്നാൽ നാട്ടിൽ ഹിന്ദു ഇല്ലാതായി തീരാൻ അധികം താമസം വരില്ല. ഈ രാഷ്ട്രീയമായ പരിസരമാണ് ഹിന്ദു മഹാമണ്ഡലം. ആർ ശങ്കറും മന്നത്തും 1950 ചൂണ്ടിക്കാണിച്ചതെങ്കിൽ അതേ കാര്യം തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ 2015 പറയുന്നത്. അവിടെയാണ് അവർക്കൊരു ബിംബത്തെ ആവശ്യം. അതിന് ശങ്കർ അല്ലാതെ മറ്റാര്? അഭിലാഷ്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒരേ കാര്യം എത്ര തവണ പരാജയപ്പെട്ടാലും ആവർത്തിച്ച് അത് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ നാസികൾ. അതിൻ്റെ തുടർച്ചയാണ് ഈ സംഘപരിവാറുകാർ. ഇവർ ഒരു നുണ തന്നെ ആവർത്തി പറഞ്ഞ് പല ആളുകളെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന അനുഭവം നമുക്ക് മുന്നിലുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് മാത്രമല്ല, ഇത് 1921 മലബാർ കലാപം നടന്നതിന് ശേഷം അവിടെ നമ്മൾ ഇപ്പോൾ BS മൂഞ്ച എന്ന് പറയുന്ന ആൾ ഗോപാലകൃഷ്ണൻ അറിയായിരിക്കും. BS മൂഞ്ച RSSന് എങ്ങനെ പ്രവർത്തനം നടപ്പാക്കണമെന്ന് തീരുമാനിക്കാൻ ആലോചിക്കാൻ ഇറ്റലിയിൽ പോയിട്ട് അവിടെ മുസോളിനി എന്ത് ചെയ്യുന്നത് പഠിച്ചു വന്ന ആളാണ്. ആ BS മൂഞ്ചയെ ഉൾപ്പെടെയുള്ള ആളുകളെ കൊണ്ടുവന്നിട്ട് തിരുനാവായ മണപ്പുറത്ത് ഹിന്ദു മഹാസഭയുടെ സമ്മേളനം നടത്തിച്ചിട്ടുണ്ട്.
അതിൻ്റെ തുടർച്ചയാണ് ഹിന്ദു മഹാമണ്ഡലം 1950കളുടെ തുടക്കത്തിൽ ഹിന്ദു മഹാമണ്ഡലം രൂപീകരിക്കാനുള്ള ശ്രമം നടന്നത്. അതിന് RSS വളരെ ആസൂത്രിതമായ ശ്രമം നടത്തിയിട്ടുണ്ട്. അതിലൊരു പരിധിവരെ നമ്മളെ കോൺഗ്രസ്സുകാർ പകല് കോൺഗ്രസും രാത്രി RSSും അല്ലേ, അത് നമുക്കറിയില്ലേ അഭിലാഷേ? അതുകൊണ്ടാണല്ലോ ഇവർ തമ്മിൽ വോട്ട് കച്ചവടം നടത്തുന്നത്. ഇപ്പൊ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനടുത്തോ ഒരു ഉളുപ്പും ഇല്ലാതെ ഇവർ തമ്മിൽ വോട്ട് കച്ചവടം. ശരി, അതാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ദയവായി തുടരുക ശ്രീ പി. എം. മനോജ്, ദയവായി തുടരുക. ശ്രീ മോഹൻ ശങ്കർ RSS ബന്ധമുണ്ടായിരുന്ന ആളായിരുന്നു എന്നത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ ജന്മഭൂമി പത്രത്തിൽ വന്നു എന്നുള്ളതല്ല. നേരത്തെ ശ്രീ ഗോപാലകൃഷ്ണൻ ശരിയായി സൂചിപ്പിച്ചതുപോലെ 2013 പി. പരമേശ്വരൻ നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പിൽ പറയുന്ന കാര്യമാണ് ഇത്. ഗാന്ധിവധത്തിന് ശേഷം RSS നിരോധിക്കപ്പെട്ടതിന് ശേഷം വീണ്ടും RSS പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തെ കൊല്ലത്തേക്ക് അയക്കുകയുണ്ടായി. അദ്ദേഹം കൊല്ലത്ത് ചെല്ലുമ്പോൾ അവിടെ കൊല്ലം നഗരത്തിലുള്ള RSSൻ്റെ ശാഖയിൽ വന്നിരുന്നവരിൽ പ്രധാനിയായ ഒരാൾ പിന്നീട് KPCC പ്രസിഡന്റും മുഖ്യമന്ത്രിയുമൊക്കെയായ R. ശങ്കർ ആയിരുന്നു എന്നുള്ളത് പി. പരമേശ്വരൻ്റെ ഓർമ്മക്കുറിപ്പാണ്. ശ്രീ മോഹൻ ശങ്കർ. പി. പരമേശ്വരൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഈ ജന്മഭൂമിയിൽ വന്ന 2013 വന്ന ആർട്ടിക്കിൾ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അതിൻ്റെ ഒരു എക്സ്ട്രാക്റ്റാണ് 2 ദിവസത്തിന് മുമ്പ് ജന്മഭൂമിക്കകത്ത് പ്രസിദ്ധീകരിച്ചത്. അതിനകത്ത് പറയുന്നത് ഒരു കാറ്റഗോറിക്കലായിട്ട് R. ശങ്കർ അവിടെ വന്നിരുന്നു പറയുന്നില്ല. വന്നു എന്ന് ഞാൻ ഓർമ്മിക്കുന്നു. ഇവിടെ കൊല്ലത്തുള്ള ഒരുപാട് വക്കീലന്മാർ അവിടെ വരാറുണ്ടായിരുന്നു. R. ശങ്കർ കൂട്ടത്തിൽ വന്നതായിട്ട് ഞാൻ ഓർമ്മിക്കുന്നു എന്നാണ് പറയുന്നത്. ശരി, അതാണ് താങ്കൾക്ക് അക്കാര്യത്തിൽ പറയാം. കാറ്റഗോറിക്കലായിട്ട് വന്നു എന്ന് പറയുന്നില്ല. ശരി, തുടരുക. ശ്രീ ബി. ഗോപാലകൃഷ്ണൻ, താങ്കളുടെ പ്രസ്ഥാനം പറയുന്നു R. ശങ്കർ RSS ആയിരുന്നുവെന്ന്. താങ്കൾ പറയുന്നു VM സുധീരൻ കോളേജിൽ പഠിച്ചപ്പോൾ RSS ആയിരുന്നുവെന്ന്. ഇന്നലെ നിങ്ങളുടെ പത്രത്തിൽ കണ്ടു CPIM PB അംഗം SRP ഒരു RSS ശാഖയിലെ ശിക്ഷക് ആയിരുന്നുവെന്ന്. ശരിയായിരിക്കാം, പക്ഷേ അവരുടെ രാഷ്ട്രീയം അവർ മുന്നോട്ട് വെച്ചത് നമ്മുടെ മുന്നിൽ ചരിത്രമായി ഉണ്ട്. SRPയുടെയും സുധീരൻ്റെയും കാലത്താണെങ്കിൽ അവർ പറയുന്ന രാഷ്ട്രീയം നമ്മൾ ദൈനംദിനം കേൾക്കുന്നതുമാണ്. എന്നോ ഒരിക്കൽ എവിടെയോ പോയി എന്നുള്ളതല്ലല്ലോ ഒരാളുടെ രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് BJPയെ സംബന്ധിച്ച് എന്തിനാണ് ഇങ്ങനെ ആളെ പിടിക്കൽ യജ്ഞം നടത്തുന്നത്? അഭിലാഷ്, ഞാൻ പറയുന്നതിനിടയിലിടയിൽ അഭിലാഷ് എന്നെ ഇൻട്രപ്റ്റ് ചെയ്യരുത്. ഞാൻ മനോജിനോട് പറഞ്ഞോട്ടെ. മനോജെ, കുട്ടികൾ നന്നാവാൻ വേണ്ടി പലരും ശ്രമിക്കും, അച്ഛനമ്മമാർ ശ്രമിക്കും. അങ്ങനെ കുട്ടികൾ നന്നാക്കാൻ വേണ്ടി അച്ഛനമ്മമാർ ശ്രമിക്കുമ്പോൾ ചില കുട്ടികൾ വഴിതെറ്റിപ്പോവും. അങ്ങനെ വഴിതെറ്റിപ്പോയ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് മനോജ് അടക്കമുള്ള അല്ലെങ്കിൽ SRP അടക്കമുള്ള ആളുകൾ എന്നാണ് ഞങ്ങൾ ധരിക്കുന്നത്. അത് ഞങ്ങളുടെ കുഴപ്പമല്ല. അതുകൊണ്ട് ഈ പറയുന്ന സമയത്തുണ്ടല്ലോ മനോജെ, ദേശാഭിമാനിൽ എഴുതുന്നവരെ റിപ്പോർട്ടർ ചാനൽ വന്ന് പറയരുത്. ഡോക്ടർ മൂഞ്ചയും ഹിന്ദു സഭയും കേരളത്തിലെ ഹിന്ദു മഹാസഭയും RSSുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. RSS ഇതിപ്പോൾ KP ഉണ്ണികൃഷ്ണൻ മാതൃഭൂമിയിൽ എഴുതിയ മാതിരിയാണ്. ബഹുമാന്യനാണ് KP ഉണ്ണികൃഷ്ണൻ, പക്ഷെ ഒരു ബന്ധവുമില്ല, ഒരു ചരിത്രരേഖയില്ല. അറിയാത്ത കാര്യം, ഡോക്ടർ ഹെഡ്ഗവാർ കേരളത്തിൽ വന്നിട്ടില്ല. ഡോക്ടർ ഹെഡ്ഗവാർ RSS തുടങ്ങിയത് ഉത്തരേന്ത്യയിലാണ്. അദ്ദേഹം നാഗപ്പൂരിലാണ് തുടങ്ങിയത്. പിന്നെ ഈ അബദ്ധങ്ങൾ നിങ്ങൾ ദേശാഭിമാനിൽ എഴുതിക്കോ, അത് റിപ്പോർട്ടർ ചാനലിൽ പറഞ്ഞാൽ നാട്ടുകാർ കാണും. ഞങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്, അത് പിന്നെ വായിക്കുന്നത് നിങ്ങളുടെ ആൾക്കാരാണല്ലോ, കുഴപ്പമില്ല. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു മനോജെ. R. ശങ്കർ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം മോഹൻ ശങ്കറിനറിയാം. ഇതേ മോഹൻ ശങ്കർ BJP ഓഫീസിലെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ട് വന്നിരുന്ന് ഞങ്ങളോട് പറഞ്ഞ പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും ഞങ്ങൾക്കറിയാം. അതിൻ്റെ കാസറ്റ് ഉണ്ട്. അപ്പോൾ മോഹൻ ശങ്കർ ഇപ്പോൾ പറയുന്നത് ഒരുപക്ഷെ പാർട്ടിയിൽ നിന്ന് അദ്ദേഹം മാറി, അദ്ദേഹം രാമപിള്ള സാറിൻ്റെ കൂടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ടുള്ള രാമപിള്ള സാറോട് ചോദിച്ചാൽ മോഹൻ ശങ്കറിന് തീർച്ചയായിട്ടും എന്തായിരുന്നു R. ശങ്കറിൻ്റെ രാഷ്ട്രീയം എന്ന് മനസ്സിലാവും. R. ശങ്കറിൻ്റെ രാഷ്ട്രീയം ഹിന്ദുത്വ രാഷ്ട്രീയമായിരുന്നു ഹിന്ദു മണ്ഡലം രൂപീകരിക്കുന്ന സമയത്ത്. അതിനുശേഷം അദ്ദേഹം വീണ്ടും കോൺഗ്രസിലേക്ക് പോയി, ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ ഹിന്ദു മണ്ഡലം ഉണ്ടാകിയത് രാഷ്ട്രീയമായിട്ടാണ്, ക്രൈസ്തവ മേധാവിത്വത്തിനെതിരായിട്ടാണ്. അതുകൊണ്ട് ക്രൈസ്തവ മേധാവിത്വത്തിനെതിരായിട്ടുള്ള ഹിന്ദു മണ്ഡലത്തിൽ ഹിന്ദു സമൂഹത്തെ രാഷ്ട്രീയമായ ശക്തിയാക്കുക എന്നുള്ളതായിരുന്നു R. ശങ്കറും മന്നത്തു പത്മനാഭനും ചെയ്തത്. നിർഭാഗ്യവശാൽ ഞാൻ ഇന്നലെ ഒരു ലേഖനം എഴുതിയിരുന്നു ജന്മഭൂമിയിൽ. ആ ലേഖനത്തിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഒരു കാര്യം. നിർഭാഗ്യവശാൽ ഹിന്ദു സമൂഹത്തെ ഒന്നിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരു ചാലകശക്തി അന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ ഹിന്ദു മണ്ഡലം കോൺഗ്രസിൻ്റെ വിലപേശലിലും കോൺഗ്രസിൻ്റെ
തള്ളിക്കയറ്റത്തിലും ആ ഹിന്ദു മണ്ഡലം തകർന്നുപോയി. ശരി, അതാണ് താങ്കൾ വിശദീകരിച്ച് കഴിഞ്ഞു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ ഗോപാലകൃഷ്ണൻ, ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ താങ്കളിലേക്ക് വരാം. ശ്രീ ജേക്കബ് ജോർജ്, ഒരു കാര്യം കൂടി ജേക്കബ് ജോർജ്, പറഞ്ഞിട്ട് ഹിന്ദു മഹാമണ്ഡലം ഉണ്ടായ രാഷ്ട്രീയ പരിസരം ഹിന്ദു മഹാമണ്ഡലം ഉണ്ടായ രാഷ്ട്രീയ പരിസരം ക്രൈസ്തവർക്ക് ഭരണരംഗത്ത് വലിയ അപ്രമാദിത്വം കിട്ടുന്നു എന്നുള്ള തോന്നലിൽ നിന്നാണ് മന്നവും ആർ ശങ്കറും കൂടി അങ്ങനെ ഒരു മൂവ്മെന്റിന് തുടക്കം കുറിച്ചത്. പറവൂർ ടി.കെയുടെ മന്ത്രിസഭയ്ക്കും അതിനുശേഷമുള്ള കാലത്തും. അന്ന് പക്ഷേ അത് അധികകാലം മുന്നോട്ട് പോയില്ല. ഇന്നും അതേ കാരണം, അന്ന് തിരുക്കൊച്ചി ആയിരുന്നതുകൊണ്ട് ക്രൈസ്തവ മേധാവിത്വം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് കേരളമായതുകൊണ്ട് മുസ്ലിം ക്രിസ്ത്യൻ മേധാവിത്വമാണ് കേരള രാഷ്ട്രീയത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഒരു ജാഥ നടത്തുകയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുകയും ചെയ്തത്. ആ 50കളിലെ ചരിത്രം ഇപ്പോൾ അവർ ഓർമ്മിപ്പിക്കുന്നു എങ്കിൽ, ആർ ശങ്കറിനെ ഒരു ബിംബമാക്കാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ കൃത്യമായും അതിന് രാഷ്ട്രീയമില്ലേ? ആ രാഷ്ട്രീയം മുന്നോട്ട് പോകുമോ? അഭിലാഷേ, മന്നത്ത് പത്മനാഭനും ഇവിടുത്തെ ക്രൈസ്തവ നേതാക്കന്മാരും ഒക്കെ കൂടിയല്ലേ കേരള കോൺഗ്രസ് ഉണ്ടാക്കിയത്? വിമോചന സമരത്തിന്റെ ഉത്ഭവം, അതിന്റെ ആ ഒരു പ്രോസസ്, അതിന്റെ പുരോഗതി എങ്ങനെയായിരുന്നു? അതും കൂടെ ആലോചിക്കേണ്ടതില്ലേ? കേരളത്തിലെ ഇങ്ങനെ ഒരു ശാക്തിക ചേരിയും ഉണ്ടായില്ലേ ആ കാലഘട്ടത്തിൽ? ചരിത്രം നോക്കുമ്പോൾ പാമ്പിനും പട്ടിക്കും നടക്കാവുന്ന പാതയിലൂടെ ഈഴവനും പിന്നോക്ക ജാതിക്കാരനും നടക്കാൻ വയ്യാത്തൊരു കാലഘട്ടമുണ്ടായിരുന്നു കേരളത്തിൽ. അതറിയാമല്ലോ. ആ കാലഘട്ടത്തിൽ ഈഴവരെ പഠിപ്പിക്കാൻ ഇവിടെ ക്രിസ്ത്യൻ സ്കൂളുകൾ തുറന്നിട്ടു. എത്രയോ ക്രിസ്ത്യൻ സ്കൂളുകളിൽ പഠിച്ച ഈഴവർ ആലപ്പുഴയിലും മറ്റും ഈ ഹിന്ദു സമുദായത്തിലെ മേൽക്കോയ്മ, സവർണരുടെ മേൽക്കോയ്മയും പീഡനവും സഹിക്കവയ്യാതെ എത്രയോ ഹിന്ദു കുടുംബങ്ങൾ മുസ്ലിങ്ങളായി മാറി. ഇതൊക്കെ കണ്ടിട്ടാണല്ലോ ശ്രീനാരായണ ഗുരു ഇവിടെ ഈഴവരെ മുന്നോട്ട് കൊണ്ടുവരുവാൻ, ജാതിക്കെതിരെ സമരം നടത്തുവാൻ, കേരളത്തിലൊരു സാമൂഹ്യ നീതി ഉറപ്പുവരുത്താൻ വേണ്ടി ഇവിടെ ശ്രീനാരായണ ഗുരു മുന്നോട്ട് വന്നത്. ഇവിടെ കോൺഗ്രസ് തന്നെ പിന്നെ വളർന്നു. നമുക്ക് കെ കരുണാകരൻ്റെ കാലം ഉദാഹരണമായിട്ടെടുക്കാം. ഗുരുവായൂരപ്പ ഭക്തനായ കെ കരുണാകരൻ, എല്ലാ മലയാള മാസം 1-ാം തീയതിയും ഗുരുവായൂരിൽ തൊഴാൻ പോകുന്ന കെ കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിനെ അദ്ദേഹത്തിന്റെ ഒരു വലിയ ശക്തി കേന്ദ്രമായിട്ട് മാറ്റി. അത് അദ്ദേഹം ഒരു റാലിയിങ് ഫോഴ്സ് ആയിരുന്നു. അവിടെയൊന്നും ബി.ജെ.പി കൊണ്ട് വളരാൻ പറ്റിയില്ല. ശ്രീ ജേക്കബ് ജോർജ്, അവിടെ പ്രശ്നം എങ്ങനെ ഹിന്ദു മഹാമണ്ഡലം പരാജയപ്പെട്ടു എന്ന ചോദ്യം ഉയരുമ്പോൾ ശങ്കറിനും മന്നത്തിനും ഒക്കെ പിന്നീട് പല നിലപാട് സ്വീകരിക്കേണ്ടി വന്നു. അത് വിമോചന സമര കാലഘട്ടത്തിൽ ഒന്ന്, അതിനുശേഷം ഈ ശങ്കറിനെതിരെ അതിരൂക്ഷമായി മന്നം രംഗത്ത് വരികയും ആ സർക്കാരിനെ താഴെ ഇറക്കുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങളുണ്ടായി. പക്ഷേ ഇവിടെ ശ്രീ ഗോപാലകൃഷ്ണൻ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, ആ കാലഘട്ടത്തിൽ ഈ ഹിന്ദു മഹാമണ്ഡലത്തിൻ്റെ കാലഘട്ടത്തിൽ സംഘപരിവാർ ബി.ജെ.പി എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, ഒരു യൂണിഫയിങ് ഫോഴ്സ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നതുണ്ട്. ഇന്ന് സംസ്ഥാനത്ത് ബി.ജെ.പി എന്ന പാർട്ടി ഉണ്ട്. അവരെ സംബന്ധിച്ചൊരു 14% വോട്ട് നേടാൻ കഴിയുന്ന ശേഷി അവർക്കുണ്ട്. അങ്ങനെ മാറിയ ഒരു കാലാവസ്ഥയിലാണ് പുതിയ ഹിന്ദു മണ്ഡലം വരുന്നത് എന്നുള്ളതാണ് 50-ൽ നിന്ന് ഈ 2015-ലുള്ള ഒരു മാറ്റം. അഭിപ്രായം, രാഷ്ട്രീയം പറഞ്ഞ് പിന്തുണ നേട്, വളർച്ചയുടെയും പുരോഗതിയുടെയും കാര്യങ്ങൾ പറഞ്ഞ് വോട്ട് നേട്. നമ്മുടെ നരേന്ദ്രമോദി വലിയ വളർച്ചയുടെയും പുരോഗതിയുടെയും വികസനത്തിന്റെയും അപ്പോസ്തലനാണെന്നാണല്ലോ പറയുന്നത്. അദ്ദേഹം എന്തുകൊണ്ട് വളർച്ചയുടെ കാര്യം പറയാതെ അദ്ദേഹത്തിന്റെ ആൾക്കാരെ കൊണ്ട് വൃത്തികെട്ട വർഗീയതയും വിഷം വമിപ്പിക്കുന്ന വാക്കുകളും പുറത്തുവിടിക്കുന്നു? വെള്ളാപ്പള്ളി നടേശനെ കൂലിക്കെടുത്ത് വിഷം വമിപ്പിക്കുന്നു കേരളത്തിലോട്ട്. സമുദായങ്ങളെയും മനുഷ്യനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു രാഷ്ട്രീയമല്ലേ അത്? നല്ല രാഷ്ട്രീയം, വികസനത്തിന്റെ രാഷ്ട്രീയം എന്തുകൊണ്ട് ബി.ജെ.പിക്ക് പറയുന്നില്ല? അതിനെ പറ്റിയ ആൾ പ്രധാനമന്ത്രിയാണല്ലോ. എന്തുകൊണ്ട് പറയുന്നില്ല? അതല്ലേ അവർ നോക്കേണ്ട വെല്ലുവിളി. കേരളത്തിൽ ഇങ്ങനെ സമുദായ രാഷ്ട്രീയം പറഞ്ഞാൽ എങ്ങനെ? ഇവിടുത്തെ കേരളത്തിന്റെ ഈ ഒരു അന്തരീക്ഷം, ഇവിടുത്തെ മതേതരത്വം നിലനിർത്തുന്നത് ഹിന്ദുക്കൾ തന്നെയാണ്. ആ ഹിന്ദുക്കളെ കൂട്ടിപ്പിടിച്ച് വർഗീയത കൊണ്ടുവരാനാണ് ശ്രമമെങ്കിൽ കേരളം എങ്ങോട്ട് പോകും എന്നുള്ളത് നമുക്ക് കാണാം. റൈറ്റ്, അത് നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു ലിറ്റ്മസ് ടെസ്റ്റായി നമ്മുടെ മുന്നിലുണ്ട് വരുന്ന 4-5 മാസത്തിനുള്ളിൽ. ശ്രീ മോഹൻ ശങ്കർ, ഹിന്ദു മഹാമണ്ഡലം ഇവിടെ ചർച്ചയിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഹിന്ദുക്കൾക്ക് വലിയ അപകടം വരുന്നു എന്ന പ്രചാരണത്തോടുകൂടി ഉണ്ടായ ഒന്നാണ്. അതിൻ്റെ നേതാവായിരുന്നു ആർ ശങ്കറും മന്നത്ത് പത്മനാഭനും. ഹിന്ദുക്കൾ ചിന്നിച്ചിതറി നിന്നാൽ സംഘടിച്ചു നിൽക്കുന്ന ന്യൂനപക്ഷം രാഷ്ട്രീയ അധികാരം കൊണ്ടുപോകും എന്നുള്ളതായിരുന്നു ഹിന്ദു മഹാമണ്ഡലത്തിൻ്റെ മുദ്രാവാക്യം. ഇപ്പോൾ നോക്കൂ, അതേ മുദ്രാവാക്യം വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിക്കുകയാണ്.
അത് സർവ്വശക്തിയും ഉപയോഗിച്ച് പ്രചരിപ്പിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് വീണ്ടും ആർ ശങ്കർ ചർച്ചയാകുന്നത്. അത് ആർ ശങ്കർ എന്തായാലും എനിക്ക് ഒരു ജാതിക്കും മതത്തിനും അതീതമായി പ്രവർത്തിക്കുന്ന ഒരാളായിട്ടാണ് ഞങ്ങളുടെയൊക്കെ അറിവിലുള്ളത്. ഞങ്ങളെ ആരും ജാതി ചോദിക്കരുത്, ജാതി പറയരുത്, വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാരോട് പോലും ജാതി ചോദിക്കരുതെന്ന് പറഞ്ഞാണ് ഞങ്ങളെ വളർത്തിയിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് അങ്ങനെ ഒരു കാര്യമുണ്ടായത് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, ഹിന്ദു മഹാമണ്ഡലം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനന്ന് വളരെ കുഞ്ഞായിരുന്നു. പക്ഷേ എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ പ്രസ്ഥാനം ഉണ്ടാക്കിയതായി എനിക്ക് ഓർമ്മയുണ്ട്. ശ്രീ മോഹൻ ശങ്കർ, ഈ കേരളത്തിലെ പുതിയ ഹൈന്ദവ മുന്നേറ്റമെന്ന് വിശേഷിപ്പിക്കുന്ന സംഭവ വികാസങ്ങളുണ്ടല്ലോ. പുതിയൊരു രാഷ്ട്രീയ പാർട്ടി SNDP യോഗത്തിൻ്റെ അനുഗ്രഹാശിസ്സുകളോടെ ധർമ്മജനസേന രൂപീകരിച്ചിട്ടുണ്ട്. ആ ധർമ്മജനസേനയ്ക്ക് ഒരു ഐക്കണെ വേണം, മുന്നിൽ നിർത്താൻ ഒരു ലെഗസി വേണം. കൃത്യമായി ആർ ശങ്കറിനെ ഇതിൻ്റെ ഐക്കണാക്കാനല്ലേ നോക്കുന്നത്? ശരിയാണ്, അങ്ങ് പറയുന്നത് ശരിയാണ്. ആ ചരിത്ര പശ്ചാത്തലം ഇപ്പോൾ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ ഘടകമായ NSS ഇപ്പോൾ ഇല്ലല്ലോ ഇതിനകത്ത്. അതിനകത്തുണ്ടായിരുന്നെന്ന് പറയുന്നത് SNDP NSS ഒരുമിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇപ്പോൾ NSS എന്ന് പറയുന്ന ഒരു സംഘടന ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ നിൽക്കുകയാണ്. ഒരു ഹിന്ദുക്കളുടെ ഒരു സംഗമം ഇവിടെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഹിന്ദുക്കൾ എല്ലാവരും ഉണ്ടാകണം. അതിനകത്ത് ഹിന്ദുക്കളുടെ വിട്ടുനിൽക്കുന്ന കുറേ സംഘടനകളെ വിളിച്ചാൽ ഹിന്ദുക്കളുടെ ഒരു സംഘടന ഉണ്ടാകില്ല. പിന്നെ ഇവിടെ നമ്മൾ വിട്ടുവീഴ്ചകളുടെയും സ്നേഹത്തിൻ്റെയുമായ ഒരു പ്രതീകമാണ് കേരളം എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ അതാണ്, എല്ലാ ആൾക്കാരെയും ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന കേരളം. ഇവിടെ രണ്ട് കൈ നീട്ടി ഇവിടെ വന്ന സെൻറ്റ് തോമസ് മുതൽ ഇങ്ങോട്ട് വന്ന എല്ലാ ഹിന്ദു മതത്തിൽ ആയാലും ക്രിസ്ത്യൻ മതത്തിൽ നിന്നായാലും ഇസ്ലാമിക ആയാലും രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിട്ടുള്ള കേരളമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിന് വ്യത്യസ്തമായ ഒരു രീതിയിൽ കേരളത്തിന് മുമ്പോട്ട് പോകുവാൻ സാധിക്കും എന്ന് എനിക്ക് വിശ്വാസമില്ല. അതൊരു ശുഭാപ്തി വിശ്വാസമാണ്. പക്ഷേ ശ്രീ PM മനോജ് സൂചിപ്പിച്ചതുപോലെ മുൻപ് ഇത്തരം പരീക്ഷണങ്ങളൊക്കെ പാളിപ്പോയ ചരിത്രമാണ് കേരളത്തിനുള്ളത്. മതേതര രാഷ്ട്രീയം കേരളത്തിൻ്റെ DNA-യിൽ ഉണ്ട് താനും. പക്ഷെ കാലം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. നമ്മുടെ ദേശീയ രാഷ്ട്രീയം മാറി. കേരളത്തിലും മാറ്റത്തിൻ്റെ ചില സൂചനകൾ നമ്മൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വായിച്ചെടുക്കണം. തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലമെടുത്താൽ, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമെടുത്താൽ BJP-യെ സംബന്ധിച്ച് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വോട്ട് വിഹിതം സ്വന്തമാക്കിയ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ പരാജയപ്പെട്ടു എന്നതുകൊണ്ട് കേരളത്തിൻ്റെ ഈ സഹജമായ മതേതര ബോധം എല്ലാ കാലത്തും അതിനെ തോൽപ്പിച്ചുകൊള്ളും എന്ന ആത്മവിശ്വാസം കൊള്ളാനുള്ള സമയമായോ? എന്നോടാണോ? അതെ. ഈ RSSൻ്റെ കൊടി ആർ ശങ്കറിനെ പിടിപ്പിക്കുമ്പോൾ 1950കളുടെ തുടക്കത്തിലാണ് ഹിന്ദു മഹാമണ്ഡലം ഉണ്ടായത്. 57ലാണ് EMS ഗവൺമെൻറ് ഉണ്ടായത്. 59ലാണ് അതിനെ അട്ടിമറിക്കുന്നത്. ആ അട്ടിമറിക്കുന്ന വിമോചന സമരത്തിൽ ആർ ശങ്കറും മന്നത്ത് പത്മനാഭനും ഈ പറഞ്ഞ ഹിന്ദു മഹാമണ്ഡലം ഉണ്ടാക്കി ഹിന്ദു രാഷ്ട്രീയം ക്രിസ്ത്യൻ വിരുദ്ധ രാഷ്ട്രീയം ഒക്കെ ഉയർത്തിപ്പിടിക്കാൻ നിന്ന ഈ രണ്ട് കൂട്ടരും, അതോടൊപ്പം തന്നെ വടക്കനച്ഛനും നമ്മുടെ AK ആൻ്റണിയും ഒക്കെ യോജിച്ചുകൊണ്ട് ഈ മുഴുവൻ ആളുകളെയും യോജിപ്പിച്ചുകൊണ്ട് അന്ന് EMS ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനുള്ള സമരം നടത്തിയത് ഇവർ തന്നെയാണ്. അപ്പോൾ ചരിത്രം മാറി വരുന്നു എന്ന് പറയുമ്പോൾ ആ ചരിത്രം കൂടി നമ്മൾ നോക്കണമല്ലോ. നമ്മൾ 1957നും 59നും മുമ്പുള്ള ശങ്കരനെ മാത്രം കാണുക, അതിന് ശേഷമുള്ള ശങ്കരനെ കാണാതിരിക്കുക, അത് മോഡിയെ കൊണ്ട് പറയിക്കുക എന്നതൊക്കെ ഇവരുടെ ഏർപ്പാടാണ്. അതായത് RSSനെ, ഗാന്ധി വധത്തിന് ശേഷം RSSനെ നിരോധിച്ച നേതാവായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. വല്ലഭായ് പട്ടേൽ പറഞ്ഞതുപോലെ RSSനെതിരായിട്ടുള്ള വാക്കുകൾ ഇതുവരെ മറ്റൊരു നേതാവും കോൺഗ്രസ് നേതാവും പറഞ്ഞിട്ടില്ല. ആ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ ഉണ്ടാക്കിയിട്ട് മോഡിക്ക് വോട്ട് പിടിക്കാൻ നടക്കുന്ന കൂട്ടർക്ക് ഇപ്പോൾ ശങ്കരൻ വേണ്ടി വരും. അത് കഴിഞ്ഞ് RSSനെയും ജാതി മത വർഗീയതയും എക്കാലത്തും എതിർത്ത മുഴുവൻ ഐക്കണുകളെയും, ശ്രീനാരായണ ഗുരു ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിന് ഒരു ജാതിയുടെ, അത് കഴിഞ്ഞൊരു മതത്തിൻ്റെ വക്താവാക്കിയിട്ട് അതിൻ്റെ ഐക്കണാക്കിയിട്ട് ഇന്ന് മോഡി കുമ്പിട്ട് ഉമ്മ വെക്കുന്നത് നമ്മൾ കണ്ടു. ഇതൊക്കെ ഇവരുടെ സ്ഥിരം നമ്പറാണ്. ഇത് കോൺഗ്രസ്സുകാരാണെങ്കിൽ ഈ നമ്പറിനെ ഉപയോഗിച്ചുകൊണ്ട് അവരും കുറേ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ഏർപ്പാടാണ്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അപമാനിച്ചുകൊണ്ടാണ് മോഡിയുടെ പരിപാടി നടന്നത്. എന്നാൽ ഒരു മിനിമം പ്രതിഷേധം രേഖപ്പെടുത്താനെങ്കിലും മോഡി വരുമ്പോൾ ഒന്ന് പ്രോട്ടോകോൾ ലംഘിച്ച് അവിടെ പോകാതിരിക്കാനുള്ള മര്യാദ പോലും നമ്മുടെ കോൺഗ്രസിൻ്റെ നേതാവ് ഉമ്മൻചാണ്ടി കാണിച്ചില്ല. കാരണം ഈ ഉമ്മൻചാണ്ടി ശങ്കറിനെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെ ഉമ്മൻചാണ്ടി തന്നെയാണ് കോലീബി സഖ്യം ഉണ്ടാക്കിയ ഒരാൾ.
അപ്പോൾ ഇവർക്ക് അതത് ഘട്ടത്തിൽ ജയിക്കാനുള്ള ഏർപ്പാടാണ് ഈ രാഷ്ട്രീയം, അതിൻ്റെ തട്ടിപ്പാണ്. അത് കോൺഗ്രസും ഈ പറഞ്ഞ ഗോപാലകൃഷ്ണന്റെ പാർട്ടിയും തമ്മിൽ അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. വർഗീയതയുടെ കാര്യത്തിലെ വ്യത്യാസമുള്ളൂ. ഗോപാലകൃഷ്ണന്റെ പാർട്ടി ഇപ്പോഴും മൃദു സമീപനമുണ്ടോ? തീർച്ചയായും പ്രോട്ടോകോൾ അനുസരിച്ച് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പോകേണ്ടതാണ്. അദ്ദേഹം പോയി, യാത്ര അയക്കാനും പോയി. പക്ഷേ പ്രോട്ടോകോൾ ലംഘിച്ചും ഇക്കാര്യത്തിൽ പ്രതിഷേധം പ്രകടിപ്പിക്കണമായിരുന്നു എന്നാണ് CPIM ചൂണ്ടിക്കാണിക്കുന്നത്. മുൻപ് കുടുംബശ്രീയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഇ കെ നായനാർ, മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നായനാർ പോകാതിരുന്നത് പോലെ, അല്ലെങ്കിൽ അങ്ങനെ പ്രധാനമന്ത്രിയെ തന്നെ ബഹിഷ്കരിക്കണമായിരുന്നു അത്ര വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് ഒരു വാദം. പ്രധാനമന്ത്രിയെ ബഹിഷ്കരിക്കുന്ന ചില നടപടികളുടെ ഭാഗമായി തന്നെയാണ് ആ പരിപാടിയിൽ പോകാതിരുന്നത്. പക്ഷേ അച്യുതാനന്ദൻ പറയുന്നത് പോലെയും CPMന്റെ ചില തരംതാണ ശൈലിയുണ്ടല്ലോ, അതൊന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് യോജിച്ചതല്ല, അദ്ദേഹം പറയാറുമില്ല. അദ്ദേഹം അത്ര അഗ്രസീവായി പറഞ്ഞിട്ട് കയ്യടി വാങ്ങി തൽക്കാലം എല്ലാം കൂടെ നശിപ്പിക്കുന്ന അതല്ല. എപ്പോഴും പറയാറുണ്ട് കോലീബി സഖ്യം മറ്റുന്നത്. CPM കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടി BJPയെ എത്ര പ്രാവശ്യം താങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഡൽഹിയിലിരിക്കുന്ന പൊളിറ്റ് ബ്യൂറോ മെമ്പർമാർ വരെ അവിടെ കോൺഗ്രസിനാണോ വോട്ട് ചെയ്തത്, താമരക്കാണോ വോട്ട് ചെയ്തത് എന്നുള്ള 89 മുതലുള്ള ചരിത്രം നമുക്കെടുക്കാം. 77 ജനസംഘത്തിന്റെ ചരിത്രം എടുക്കാം. ബീഹാറിൽ ഈ അടുത്ത ദിവസം വന്ന് നടന്ന തെരഞ്ഞെടുപ്പിലും 10 സീറ്റുകൾ കോൺഗ്രസിൻ്റെത് അല്ലെങ്കിൽ ജനാധിപത്യ ചേരിയുടെയും മതേതര ചേരിയുടെയും സഖ്യത്തിൻ്റെത് തകർത്ത് കളഞ്ഞത് CPM ആണ്. ശ്രീ B ഗോപാലകൃഷ്ണൻ ഇന്ന് ശിവഗിരിയിൽ ചെന്ന് പ്രധാനമന്ത്രി ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചത് പോലും പരംപൂജ്യ പ്രാതസ്മരണീയ നാരായണ ഗുരു എന്നാണ്. RSSന്റെ പ്രാതസ്മരണയിൽ ഉൾപ്പെടുന്ന പേരാണ് നാരായണ ഗുരു എന്നുള്ളതല്ലല്ലോ അദ്ദേഹത്തിൻ്റെ യോഗ്യത. അദ്ദേഹം ആരായിരുന്നുവെന്നും എന്തായിരുന്നുവെന്നും നല്ല ബോധ്യം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനുണ്ടല്ലോ. ഈ ഹിന്ദു മഹാസഭ എന്ന ആശയം തന്നെ, ഹിന്ദു മഹാമണ്ഡലം എന്ന ആശയം തന്നെ വളരെ ദയനീയമായി പരാജയപ്പെട്ടത് നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗവുമാണ്. എന്നിട്ടും BJP വികസനമടക്കമുള്ള അല്ലെങ്കിൽ ഒരു ബദൽ രാഷ്ട്രീയം അടക്കമുള്ള മറ്റു കാര്യങ്ങൾ പറയാതെ സാമുദായികമായി ഭിന്നിപ്പിക്കുക, മതപരമായി യോജിപ്പിക്കുക എന്ന കാര്യത്തിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നത് എന്തുകൊണ്ടാണ് ചരിത്രത്തിൽ നിന്ന് നിങ്ങൾ പാഠം പഠിക്കാത്തത്? ഞാൻ അത് പറയുന്നതിനോടൊപ്പം തന്നെ 2-3 കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒന്ന് ആദ്യമായിട്ട് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് മിസ്റ്റർ ജേക്കബിനോടാണ്. മിസ്റ്റർ ജേക്കബ്, അങ്ങ് പത്രപ്രവർത്തകനാണ്. അങ്ങ് ഈ വർഗീയ വിഷം നിറച്ചു വെച്ച് BJP വിരോധമുള്ള ഒരു കണ്ണട കണ്ണിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കരുത്. ഞങ്ങൾ ഡെവലപ്മെന്റ് എന്തുകൊണ്ട് പറയുന്നില്ല? എന്താ മുസ്ലിം ലീഗും കേരള കോൺഗ്രസിനോടുമാണ് വാസ്തവത്തിൽ താങ്കൾ ഇത് സംസാരിക്കേണ്ടത്. പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹം കുപ്പയിൽ നിന്ന് മാലിന്യം കഴിക്കുന്ന കേരളത്തിൽ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന് വേണ്ടിയിട്ടാണ് മിസ്റ്റർ ജേക്കബ് ഞങ്ങൾ സംസാരിക്കുന്നത്, അല്ലാതെ വർഗീയതയല്ല. താങ്കൾ സംസാരിക്കേണ്ടത് വാസ്തവത്തിൽ മുസ്ലിം ലീഗിനോടും CPMനോടുമാണ്. CPM ആണ് മദനിയെ പഠിക്കുന്നത്, CPM ആണ് ISSുമായി ബന്ധമുള്ള ആളുകളെ പഠിക്കുന്നത്, CPM ആണ് ഡിസ്ട്രക്റ്റീവ് ഫോഴ്സിനെ പഠിക്കുന്നത്. ഞാൻ കൂടുതൽ പറയുന്നില്ല. RSSുമായിട്ട് അഭിലാഷയെ, RSSന് ഒരു പ്രത്യേകതയുണ്ട്. RSSന് രാഷ്ട്രീയമില്ല. RSSലെ എല്ലാ വിഭാഗത്തിലെ ആളുകളും RSSൽ വരും. അതിൽ R ശങ്കർ വരും, അതുമായി ബന്ധപ്പെട്ട മോഹൻ ശങ്കർ വരും, ഈ ജേക്കബിനും വരാം, അഭിലാഷിനും വരാം. RSSന്റെ ശാഖയിൽ ഇന്ത്യ മുഴുവനും ശ്രീനാരായണ ഗുരുവിനെ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് RSS. അത് സാമൂഹിക നവോത്ഥാനത്തിന്റെ ഭാഗമാണ്. RSSനെ നിങ്ങൾ രാഷ്ട്രീയമായി കൂട്ടി അങ്ങനെയല്ല. ശ്രീ B ഗോപാലകൃഷ്ണൻ, ഞാൻ ചോദിച്ചത് ശ്രീനാരായണ ഗുരുവിനെ കേരളം ബഹുമാനിക്കുന്നത് ഈ RSSന്റെ പ്രാതസ്മരണയിൽ നിങ്ങൾ സ്മരിക്കുന്നു എന്നതുകൊണ്ടല്ലോ. അതിനപ്പുറത്തുള്ള വിശ്വമാനവിക ദർശനം മുന്നോട്ട് വെച്ച ശ്രീനാരായണ ഗുരുവിനെ ഇവിടെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് ആരാണ്? ഞാൻ ചോദിക്കുന്നത് എന്തായിരുന്നു R ശങ്കറിന്റെ രാഷ്ട്രീയം എന്നുള്ളത് ശ്രീ മോഹൻ ശങ്കർ അല്പസമയം മുൻപ് വിശദീകരിച്ചത് താങ്കൾ കേട്ട് കാണും. ഏതോ ഒരു പ്രത്യേക ഘട്ടത്തിലെടുത്ത ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വിലയിരുത്തേണ്ടതല്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതവും. ഹിന്ദു മഹാമണ്ഡലം എന്നുള്ളത് പരാജയപ്പെട്ട പരീക്ഷണവുമാണ്. എന്തിനാണ് ആ പരീക്ഷണം വീണ്ടും ആവർത്തിക്കുന്നത്? അതായിരുന്നു എൻ്റെ ചോദ്യം. എൻ്റെ അഭിലാഷ, ഞാനത് ചോദ്യത്തിന് ഉത്തരം പറയാം. അതിനു മുമ്പ് ഇങ്ങോട്ട് പറഞ്ഞതിന് ചില കാര്യങ്ങൾ പറയണമല്ലോ. ജനസംഘം എന്ന് പറയുന്ന സംഘടനയാണ് വിമോചന സമര കാലഘട്ടത്തിൽ ഈ മനോജിന്റെ പാർട്ടിക്ക് അനുകൂലമായി നിന്ന സംഘടനയാണ്. അന്ന് ശ്യാമപ്രസാദ് മുഖർജി അടക്കമുള്ള ആളുകൾ ജനസംഘം, അന്ന് CPMന്
അല്ലെങ്കിൽ ജനസംഘം വന്ന് EMS സർക്കാരിനെ പിരിച്ചുവിടരുത് എന്ന് ഇന്ദിരാഗാന്ധിയോട് ആവശ്യപ്പെട്ട സംഘടനയാണ് ജനസംഘം. അത് നമ്മൾ മറക്കരുത്. മാത്രമല്ല ഇന്ന് അദ്ദേഹം പറഞ്ഞു ചില കാര്യങ്ങൾ. ഒരു കാര്യം ഞാൻ പറയും, AKG അടക്കം അന്ന് കോൺഗ്രസ് ആയിരുന്നു, പിന്നീടാണ് അവരൊക്കെ മാറിയത്. അതേപോലെ സുധീരന്റെ കാര്യം ഞാനിതൊന്ന് പറഞ്ഞോട്ടെ. സുധീരന്റെ കാര്യം ഇവിടെ ഷുക്കൂർ നേരത്തെ പറഞ്ഞു. സുധീരൻ KSUവിന്റെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് RSSുമായി ബന്ധപ്പെടാൻ കാരണം അദ്ദേഹത്തിന്റെ CPM-കാർ തല്ലി. RSS ഓഫീസിലാണ് വന്നത്. PP മുകുന്ദനാണ് സംരക്ഷിച്ചത്. 1.5 മാസം അദ്ദേഹം PP മുകുന്ദന്റെ സംരക്ഷണത്തിലായിരുന്നു. ഉണ്ടോ? നിങ്ങൾ പോയി VM സുധീരനോട് ചോദിക്കുക. ഇനി എന്തായാലും ഞാൻ താങ്കൾ പറഞ്ഞത് പറയാം. പരീക്ഷണം വിജയിച്ചോ ഇല്ലയോ എന്നുള്ളതാണല്ലോ തർക്കം. പക്ഷെ R ശങ്കർ ഒരു പരീക്ഷണം കൊണ്ടുവന്നു, അത് നെടുമങ്ങാട് വിജയിച്ചു. R ശങ്കറും മന്നത്ത് പത്മനാഭനും കൊണ്ടുവന്ന പരീക്ഷണം ഈ നാട്ടിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിനു വേണ്ടിയുള്ള പരീക്ഷണമായിരുന്നു. ആ പരീക്ഷണം വിജയിച്ചു, നെടുമങ്ങാട് ഒരാൾ ജയിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ കോൺഗ്രസ് ആ ചൈതന്യത്തെ തല്ലിക്കെടുത്തി. അന്ന് കോൺഗ്രസ് തല്ലിക്കെടുത്താൻ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു ചാലക ശക്തി ഉണ്ടായിരുന്നില്ല. ഇന്നതല്ല. ഹിന്ദു നവോത്ഥാനത്തിന്, ഈ കേരളത്തിലെ നവോത്ഥാനത്തിന് നിങ്ങൾ മതേതരത്വം എന്ന് വിചാരിച്ചാൽ എന്താ? മതേതരത്വം എന്ന് പറഞ്ഞാൽ ആളുകളെ പേടിപ്പിക്കല്ലേ മതേതരത്വം എന്നൊക്കെ പറഞ്ഞാൽ? മതേതരത്വം നിലനിൽക്കുന്നത് എന്തുകൊണ്ടാ? ഈ നാട്ടില് ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തി കാണിക്കുന്ന ഹിന്ദുത്വ ദേശീയതയും സംസ്കാരവും. അത് മതമല്ല. ആ ഹിന്ദുത്വ ദേശീയതയും സംസ്കാരത്തിന്റെയും അടിസ്ഥാനത്തിലാണ് മതേതരത്വം നിലനിൽക്കുന്നത്. എന്തേ പാകിസ്ഥാനിൽ മതേതരത്വം ഇല്ല? എന്താ ലോകത്തിലെ മറ്റു സ്ഥലങ്ങളിൽ മതേതരത്വമില്ല? ഇതൊക്കെയാണ് BJPയുടെ വാദങ്ങൾ. അതിന് ചരിത്രത്തിന്റെ ഒരു ആവർത്തനം അവർ ലക്ഷ്യം വെക്കുന്നു. അതിന്റെ സൂചനകൾ കുറെ കാലമായി ഉണ്ടായിരുന്നു. ഞാനിപ്പോഴും പറഞ്ഞോളൂ. അതെ അഭിലാഷേ, ഞാനിപ്പോഴും പറയുന്നത് വികസനത്തിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് BJP എന്ത് പറയുന്നില്ല. അവർ ഇപ്പോഴും പറയുന്നത് വിഭാഗീയതയുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവർ മുന്നോട്ട് പോകണം. പറയട്ടെ, കേരളത്തിൽ ശ്രീനാരായണ ഗുരു കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ സന്ദേശം, ആ സന്ദേശം കേരള സമൂഹത്തിനുണ്ടാക്കിയ മാറ്റങ്ങൾ, പിന്നീട് ഇടതുപക്ഷം കൊണ്ടുവന്ന ഇടതുപക്ഷ ഭരണം കൊണ്ടുവന്ന കുറേ മാറ്റങ്ങൾ, ഭൂപരിഷ്കരണം ഉൾപ്പെടെയുള്ള വലിയ ധീരദത്തമായ നടപടികൾ, അതിൽ പിന്നെ ഇടതുപക്ഷവും ഐക്യജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കോൺഗ്രസ് പാർട്ടികളും മാറി മാറി ഭരിച്ച് വലുതാക്കി വികസിപ്പിച്ചെടുത്ത കേരളം, ഇന്നത്തെ കേരളത്തെ ഗുജറാത്തുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്ത്. അവിടെ ജാർഖണ്ഡുകാരും ബീഹാറുകാരും ഉത്തരേന്ത്യക്കാരും ബംഗാളികളും നേപ്പാളികളും കേരളത്തിലേക്കാണ് ജോലിക്ക് വരുന്നത്, ഗുജറാത്തിലേക്കല്ല. കേരളം അവർക്ക് സ്വർഗരാജ്യമാണ്. നോർത്ത് ഇന്ത്യക്കാർക്ക്. എന്തുകൊണ്ട്? പണ്ടൊക്കെ മലയാളികൾ ഗൾഫിലേക്ക് പോയതുപോലെയാണ് നോർത്ത് ഇന്ത്യക്കാർ കേരളത്തിൽ വരുന്നത്. ഇവിടെ അവർക്ക് തൊഴിലുണ്ട്. ഇവിടെ 800-900 രൂപ ഒരു ദിവസം കൂലി കിട്ടും. ഗുജറാത്തിൽ അവർ പോകുന്നില്ല. എന്തുകൊണ്ട്? വികസനമില്ല. അവിടെ കാണുന്ന വളർച്ചയില്ല. അവിടെ ഹാർദിക് പട്ടേൽ സമരം ചെയ്തത് എന്തിനാ? ഇടത്തട്ടുകാർക്ക് പോലും അവിടെ ജീവിക്കാൻ വയ്യ. അവിടെ ജോലി കിട്ടുന്നില്ല. ബഹുമാനപ്പെട്ട മോദി, ഇതൊക്കെയാണ് കേരളത്തിന്റെ മേന്മയായി താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. സാമൂഹികമായി വലിയ മുന്നേറ്റം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നിസ്തർക്കവുമാണ്. തുടരുക ശ്രീ ജേക്കബ് ജോർജ്. ശ്രീ A. ഷുക്കൂർ, സർദാർ വല്ലഭായ് പട്ടേലിനെ BJP സ്വന്തമാക്കാൻ ശ്രമിച്ചപ്പോഴാണ് കോൺഗ്രസിന് ബോധോദയമുണ്ടായത്. അതുവരെ നെഹ്റു ഗാന്ധി കുടുംബത്തിലെ നേതാക്കൾ അല്ലാതെ മറ്റ് നേതാക്കൾക്കൊക്കെ പടിക്ക് പുറത്തായിരുന്നു സ്ഥാനം. അതേപോലെ ഓരോരോ നേതാക്കളെ BJP സ്വന്തമാക്കുന്നതിനനുസരിച്ചാണ് കോൺഗ്രസിന് ബോധോദയം ഉണ്ടാകുന്നത്. ഏറ്റവും ഒടുവിൽ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനത്തിനും ചരമദിനത്തിനും ഒക്കെ കേരളത്തിൽ പോലും കഴിഞ്ഞ 2 വർഷമായി പരിപാടികളുണ്ട്, മുൻപൊന്നും കണ്ടിട്ടില്ല. അതേപോലെ R ശങ്കറും നഷ്ടപ്പെട്ടു പോകുമോ എന്ന തിരിച്ചറിവിൽ നിന്ന് R ശങ്കറിനെ തിരിച്ചുപിടിക്കാനുള്ള ശ്രമം കോൺഗ്രസ് പാർട്ടി നടത്തുമോ? അതിന് തുടക്കമാണോ ഇന്ന് കണ്ടത്? അങ്ങനെ ഒന്നും കരുതണ്ട അഭിലാഷേ. ചില ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, SNDP യോഗത്തിന്റെ പേരിൽ ചില ആളുകളുടെ സ്ഥാപിത താല്പര്യത്തിന് വേണ്ടിയുള്ള പടപ്പുറപ്പാടാണിത്. അതിന് അവർ പ്രധാനമന്ത്രിയുടെ പാർട്ടിയെ കൂട്ടുപിടിക്കുന്നു, BJPയെ സംഘപരിവാറിനെയും ചേർത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമാകുന്നു. എന്റെ കോൺഗ്രസിൻ്റെതായ പ്രഖ്യാപിത ലക്ഷ്യങ്ങളുടെ ഭാഗമായി തന്നെ ചില നടപടികളുമായി നന്നായി പോകുന്നുണ്ട്. ആ പ്രവർത്തനങ്ങളെ ഞങ്ങളല്ലേ സത്യത്തിൽ മതേതരത്വത്തെ ശക്തിപ്പെടുത്താനുള്ള രാജ്യത്തെ നിലപാടുകളിൽ ഉറച്ചു നിന്ന് BJPക്കെതിരെ നടപടിയെടുത്തിട്ടുള്ളത്. സംഘപരിവാറിന്റെ നിലപാടുകൾക്കെതിരായി അതിശക്തമായി നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ടത് R ശങ്കർ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് കേരളത്തിലേക്ക് വഴിയൊരുക്കാൻ കഴിഞ്ഞ അത്തരത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തെ അതിൻ്റെ മുഖ്യധാര
മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ ബഹുമാന്യനായ ആർ ശങ്കറിനെ, കോൺഗ്രസ് നേതാവിനെ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ BJPയും RSSും കൂടി ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയി അത്തരത്തിൽ അവർക്ക് കച്ചവടം ചെയ്യാമെന്ന് ധരിച്ചാൽ നടക്കില്ല. ശരി, അതാണ് കോൺഗ്രസിന്റെ ഉറച്ച വിശ്വാസം. ശ്രീ മോഹൻ ശങ്കർ, ഇന്ന് മാതൃഭൂമി പത്രത്തിൽ വന്ന താങ്കളുടെ ലേഖനത്തിലും ആർ ശങ്കർ നേരിട്ട അവഗണനയെക്കുറിച്ച് താങ്കൾ പറഞ്ഞിരുന്നു. താങ്കൾക്ക് അവഗണന നേരിട്ടപ്പോഴാണ് കോൺഗ്രസ് വിട്ടുപോയി BJPയിൽ ചേരുകയും ഭാരവാഹിയാവുകയും ഒക്കെ ചെയ്തത്. ഇപ്പോൾ ആർ ശങ്കറിനെ തിരിച്ചു പിടിക്കുക എന്ന സുപ്രധാനമായ രാഷ്ട്രീയ ദൗത്യം കോൺഗ്രസിനുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അങ്ങനെ ആർ ശങ്കറിനെ കോൺഗ്രസ് തിരിച്ചു പിടിക്കുമ്പോൾ താങ്കൾ അടക്കമുള്ള ആളുകൾക്ക്, അദ്ദേഹത്തിൻ്റെ നേരവകാശികൾക്ക് കൂടുതൽ അക്കോമഡേഷൻ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാൻ ഇതിനൊരു ചോദ്യം, ഒരു കൗണ്ടർ ചോദ്യം കൂടെ എനിക്കുണ്ട്. ഞാൻ 36 കൊല്ലമായിട്ട് SNDP യോഗത്തിൻ്റെ പ്രവർത്തകനാണ്. ഈ 36 കൊല്ലത്തിനിടയ്ക്ക് SNDP യോഗം എന്താണ് എനിക്ക് തന്നിട്ടുള്ളത്? ഒന്നും തന്നിട്ടില്ല. ഈ 36 കൊല്ലമായിട്ട് SNDP യോഗത്തിൽ ഞാൻ പ്രവർത്തിക്കുന്ന മുഴുവനും സ്ഥാനങ്ങളും ഇലക്ഷൻ വഴി ഞാൻ വന്നിട്ടുള്ള സ്ഥാനങ്ങളാണ്. അപ്പം ഈ SNDP യോഗത്തിലായാലും കോൺഗ്രസ്സിലായാലും ഒരു സ്ഥാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്നില്ല. ഞാൻ പ്രവർത്തിച്ചാൽ എന്നെ മറ്റുള്ളവർ സഹിക്ക് കൊണ്ടു നടക്കുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ്. ഞാൻ അവർക്ക് വേണ്ടി ചെയ്താൽ അവർ തിരിച്ചെനിക്കും ചെയ്യും. അല്ലാതെ എന്നെ ആർ ശങ്കറിൻ്റെ മകനായി പോയതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രത്യേകമായി ലഭിക്കുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. ശരി, അതാണ് അക്കാര്യത്തിൽ താങ്കൾ കാണുന്നത്. ശ്രീ PM മനോജ്, ചരിത്ര പുരുഷന്മാരെ, ചരിത്ര വ്യക്തിത്വങ്ങളെയൊക്കെ സ്വന്തം കളിയിലാക്കാനുള്ള ശ്രമം അനുവദിച്ചു കൊടുക്കാൻ പാടില്ലാത്തതാണല്ലോ. ഇവിടെ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനാണ് അവരുടെ തന്നെ നേതാക്കളെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടി എന്തു ചെയ്യണമെന്നാണ് താങ്കളുടെ അഭിപ്രായം? അല്ല, കോൺഗ്രസ് പാർട്ടിക്ക് ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം 404 നിന്ന് 44 അവസാനത്തെ ഈ ആണി നെല്ലിപ്പടി, തകർച്ചയുടെ നെല്ലിപ്പടി കാണുന്നൊരു പ്രസ്ഥാനമാണത്. അത് പിടിച്ചു നിൽക്കാനുള്ള ഒരുപാട് തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ തന്നെ എന്തുകൊണ്ടാണ് തന്നെ ഈ ചടങ്ങിൽ പങ്കെടുപ്പിക്കാത്തത് എന്ന് അതിൻ്റെ കൃത്യമായ ഉത്തരം ഉമ്മൻചാണ്ടി ഇതുവരെ പറഞ്ഞോ? പങ്കെടുപ്പിച്ചില്ല എന്നല്ലേ ഉള്ളൂ. ആര് പറഞ്ഞു? വെള്ളാപ്പള്ളി പറഞ്ഞോ? കേന്ദ്രം പറഞ്ഞോ? കേന്ദ്രം പറയുന്നത് വെള്ളാപ്പള്ളി പറഞ്ഞതാണെന്ന്. ഇത് ഒരു മുഖ്യമന്ത്രിയല്ലേ അദ്ദേഹം കേരളത്തിൻ്റെ? അദ്ദേഹം പറയണ്ടേ എന്തുകൊണ്ടാണ് ഞാൻ ഇതിൽ പങ്കെടുക്കാത്തത്? ആരാണ് എന്നെ പങ്കെടുപ്പിക്കാത്തത്? ആരാണ് കേരളത്തിൻ്റെ ശത്രുക്കൾ? ആരാണ് മുഖ്യമന്ത്രി വിലക്കുന്നത്? മുഖ്യമന്ത്രിക്ക് പകരം വെള്ളാപ്പള്ളി നടേശൻ കയറി ഇരുന്ന് ചിരിക്കുന്നതല്ലേ നമ്മൾ കണ്ടത്? അപ്പോൾ അത് പറയാനുള്ള ആർജവും മുഖ്യമന്ത്രിക്ക് ഇല്ലാത്തത് കോൺഗ്രസിൻ്റെ ഈ അഴകുഴമ്പൻ നിലപാട് കാരണമാണ്. ഒന്ന്. രണ്ടാമത്തത്, ഈ ശ്രീ ഗോപാലകൃഷ്ണൻ അദ്ദേഹം ഇങ്ങനെ കള്ളം പറയരുത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അദ്ദേഹം ഇവിടെ ഈ ചർച്ചയിൽ പറഞ്ഞ BS മൂഞ്ചെ RSSകാരനല്ലാന്ന് തെളിയിക്കാമോ? അദ്ദേഹം BS മൂഞ്ചയും RSSുമായി ഒരു ബന്ധവുമില്ല എന്ന് ഗോപാലകൃഷ്ണൻ ഇവിടെ തെളിയിക്കാൻ പറ്റുമോ? അഥവാ അങ്ങനെ തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം ഈ കള്ളം പറയുന്നതെങ്കിലും അവസാനിപ്പിക്കുമോ? ഇതുപോലെ അദ്ദേഹം പറഞ്ഞ ഹെഡ്ഗേവാർ കേരളത്തിൽ വന്നിട്ടില്ലെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് ഒരു ധാരണകൾ അദ്ദേഹം വന്നിട്ടുണ്ടെന്നാണ്. ഇനിയിപ്പോൾ അതല്ല എന്നാണ് എനിക്കിപ്പോൾ തെളിയിക്കാറില്ല. പക്ഷേ BS മൂഞ്ചെ RSSുമായി ബന്ധമില്ലാത്ത ഒരാളാണെന്ന് ഒരു RSSകാരൻ അല്ലെങ്കിൽ BJPയുടെ ബുദ്ധി ഉപദേഷ്ടാവ് ഇവിടെ വന്ന് പറയുമ്പോൾ ശ്രീ ബി ഗോപാലകൃഷ്ണൻ വളരെ പെട്ടെന്ന് BS മൂഞ്ചെ ഇറ്റലിയിൽ പോവുകയും അവിടെ മുസോളിനിയിൽ നിന്ന് ഫാസിസ്റ്റ് രാഷ്ട്രീയ തന്ത്രങ്ങൾ പഠിക്കുകയും അതിനുശേഷം ഇവിടെ വന്ന് ഹെഡ്ഗേവാറുമായി ചർച്ച നടത്തുകയും അതിനുശേഷമാണ് ഹെഡ്ഗേവാർ RSS രൂപീകരിക്കുകയും ചെയ്തത് എന്നൊക്കെ ഞാനും എവിടെയോ വായിച്ചിട്ടുണ്ട്. താങ്കളുടെ ഒരു വളരെ ചുരുക്കിയ മറുപടി പെട്ടെന്ന് നമുക്ക് ഇടവേളയിലേക്ക് പോകണം. വളരെ ചുരുക്കിയ മറുപടി പറയാം. അഭിലാഷ് വായിച്ചതും എൻ്റെ സുഹൃത്ത് മനോജ് വായിച്ചതും കമ്മ്യൂണിസ്റ്റുകാർ എഴുതിയതായിരിക്കും. അതുകൊണ്ട് എനിക്കതിന് മറുപടി പറയാൻ പറ്റില്ല. RSS തുടങ്ങിയത് ഇവിടെ കേരളത്തിൽ വന്നിട്ട് ഇവിടുത്തെ സംഭവങ്ങൾ കണ്ടിട്ടാണ് RSS തുടങ്ങിയെന്ന് പറഞ്ഞാൽ അത് ശുദ്ധ അസംബന്ധമാണ്, അത് ശരിയല്ല. ഞാൻ രണ്ട് കാര്യം പറഞ്ഞോട്ടെ, അതുകൂടി വളരെ പെട്ടെന്ന് പറയാം. ഇവിടെ വിഴിഞ്ഞം പദ്ധതി വന്നത് മിസ്റ്റർ ജേക്കബ്, ഇവിടെ വിഴിഞ്ഞം പദ്ധതി വന്നത് കോൺഗ്രസ്സുകാർ കൊണ്ടുവന്നതല്ല, ഇടതുപക്ഷം കൊണ്ടുവന്നതല്ല. ഇത് കൊണ്ടുവന്നിട്ടുള്ളത് വേറെ ആരുമല്ല, BJP ആണ്. ശ്രീ ജേക്കബ് ജോർജ്, കോൺഗ്രസിന് ശങ്കറിനെ തിരിച്ചു പിടിക്കേണ്ട രാഷ്ട്രീയ സാഹചര്യമുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഉദാഹരണം കോൺഗ്രസിന്റെ വോട്ടുകളാണ് BJPയിലേക്ക് കൂടുതൽ പോകുന്നത് എന്നായിരുന്നു. അല്ല, കോൺഗ്രസിൻ്റെ ഒരു അരുവിക്കര മോഡലാണ് അവരെ വഴിതിരിച്ചു കളഞ്ഞത്. അതിൻ്റെ ഒരു മായിക പ്രപഞ്ചത്തിൽ അവരങ്ങ് ലയിച്ചു പോയി. അതാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർക്ക് നേരിട്ട തിരിച്ചടി. അപ്പോൾ BJP ഒരു വലിയ ശത്രുവായി. വെള്ളാപ്പള്ളിയിലൂടെ പല വഴികളിലൂടെ PT ചാക്കോയിലൂടെ ആർ ശങ്കറിലൂടെയൊക്കെ കടന്നു വരുമെന്ന് അവർ വിചാരിച്ചില്ല. പക്ഷേ ഞാൻ ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണൻ എന്ന് പറയട്ടെ, അദ്ദേഹം വിഴിഞ്ഞത്തിൻ്റെ കാര്യം വലിയ കാര്യമായിട്ട് പറയുന്നു. വിഴിഞ്ഞം കേരളത്തിലെ ഉമ്മൻചാണ്ടി കൊണ്ടുവന്നല്ലേ.
ഈ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്നല്ലേ, അത് നിങ്ങൾ അതിന് ഒത്താശ ചെയ്തു. അദ്ദേഹം അദാനി എന്ന് പറയുന്നത് ആളാണ്. ഒരു സ്പൂണ് മണ്ണ് പോലും അല്ല. ഞാൻ പറയട്ടെ, 10 വർഷം വന്നില്ല. ഞാൻ പറയട്ടെ, പറയരുത്. നിങ്ങൾ പത്രപ്രവർത്തകനാണ്, നിങ്ങൾ പറയരുത്. ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട നിങ്ങൾ പറയും, നിങ്ങൾ പത്രപ്രവർത്തകൻ ഇത് പറഞ്ഞാൽ ഒരു കാര്യം വളരെ വിഷമമാണ്. നിങ്ങൾ പത്രപ്രവർത്തകനാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇത്തിരി വിഷമത്തോടുകൂടി പറയേണ്ടി വരും. ശരിയല്ലത്. ശ്രീ ജേക്കബ് ജോർജ്, താങ്കൾ പൂർത്തിയാക്കൂ. അതൊക്കെ പറഞ്ഞു, അതൊന്നും പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ കേരളത്തിന്റെ ഇതുവരെയുള്ള വികസനം ഞാൻ ഒരൊറ്റ വാചകം പറയട്ടെ. ഇങ്ങനെ പോയാൽ സാക്ഷാൽ കെ കരുണാകരനെയും നിങ്ങൾ RSSകാരനാക്കും. കാരണം അദ്ദേഹം ഗുരുവായൂരമ്പലത്തിൽ പോകുന്ന ആളാണ്. EMS നമ്പൂതിരിപ്പാട് വേദം പഠിച്ചിട്ടുണ്ട്, തർക്കം പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നാളെ EMS നമ്പൂതിരിപ്പാട്ടിനെയും കാവ്യ പുതപ്പിച്ച് RSS ചേർക്കാൻ നോക്കും. ശരി, RSS ശങ്കറാക്കുന്നോ ആർ ശങ്കറിനെ എന്ന ചോദ്യം നേരത്തെ VS അച്യുതാനന്ദൻ ഉയർത്തിയിരുന്നുവെങ്കിൽ ഹിന്ദു മഹാമണ്ഡലത്തിന്റെയും ശ്യാമപ്രസാദ് മുഖർജിയുമായുള്ള ബന്ധത്തിന്റെയും കാര്യം പറഞ്ഞുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ പ്രസംഗം എന്നുള്ളത് കൊണ്ട് തന്നെ എന്താണ് രാഷ്ട്രീയ ലൈൻ എന്നുള്ളത് വളരെ വ്യക്തമാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ മോഹൻ ശങ്കർ, ശ്രീ B ഗോപാലകൃഷ്ണൻ, ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ PM മനോജ്, ശ്രീ A ഷുക്കൂർ. ഇടവേളയ്ക്ക് ശേഷം വ്യത്യാസം അവർ കാണാം. നമസ്കാരം.